അപ്പോൾ കോട്ട്പ ആക്ടിൽ ഏത് വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതുവരെ കണ്ട ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളൊരു ലെവലിലായിട്ടുണ്ട് നോക്കാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 മീറ്റർ ചുറ്റളവിനുള്ളിൽ പുകയില ഉൽപ്പന്നം വിൽപ്പന നടത്തുവാൻ പാടില്ല. ശരിയോ തെറ്റോ പറയൂ. 99.5% ഈഥൈൽ ആൽക്കഹോളും 0.5% വെള്ളവും ജലവും അടങ്ങിയതാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നറിയുക, അല്ലെങ്കിൽ എത്തനോൾ അല്ലെങ്കിൽ ഈഥൈൽ ആൽക്കഹോൾ എന്നൊക്കെ അറിയുക. 15A, 15B, 15C സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള 3 സെക്ഷനാണ്. എല്ലാവർക്കും മൈമെൻ്റൽ PSCയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ടാണ്. നമുക്കറിയാം നമ്മുടെ പോർഷൻസൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്രാഷ് ബാച്ച് തുടങ്ങിയ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുമുണ്ട് അല്ലേ? അപ്പോൾ എത്രയും വേഗം ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ളവർ ജോയിൻ ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സമയമില്ല, എത്രയും പെട്ടെന്ന് നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. നേരെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. എല്ലാ മോഡ്യൂളും കവർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് വരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു. നമ്മൾ ക്ലാസ്സുകളിലെടുത്ത എല്ലാ പോർഷൻ്റെയും വർക്കൗട്ടാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ പോർഷൻ കണ്ടിട്ട് വന്ന് പഠിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ പോർഷൻ നല്ലവണ്ണം കണ്ട് പഠിച്ചതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ കൂടെ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാർക്ക് നമുക്ക് എന്ത് ചെയ്യും കിട്ടും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കോട്ട്പ നിയമം അല്ലേ? കോട്ട്പ എന്താണ്? കോട്ട്പയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. എന്തായാലും കോട്ട്പയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞേ. എന്താണ് കോട്ട്പ? കോട്ട്പ എന്ന് പറഞ്ഞാൽ സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട് 2003 അല്ലേ? സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട് 2003 അതാണല്ലോ നിയമത്തിൻ്റെ പേര്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ഇതെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ ഇനിയും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയും വരും. ആദ്യം ടോപ്പിക്ക് പഠിച്ചിട്ടേ ഇത് വരാവും. ഓക്കെ, അപ്പോൾ കോട്ട്പ നിയമം 2003 പ്രകാരം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമെന്നാണ്. കാര്യം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കിത് പഠിക്കാൻ പറ്റൂ. കാണാപ്പാഠം നടക്കില്ല. ഒന്നാമത്തെ പ്രസ്താവന, 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. എല്ലാ നോർമൽ ആയിട്ടുള്ള എല്ലാവർക്കും അറിയാം ശരിയാണെന്ന്. ശരിയല്ലേ? ശരി തന്നെയാണ്. നമുക്കിത് വേണ്ടത് തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത്. ഓക്കെ. 2, പൊതുജനങ്ങൾ ഒത്തുകൂടുന്ന പൊതുസ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. അത് ആണോ അല്ലയോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ഓപ്ഷൻ ഉണ്ട് താഴെ. ഓക്കെ, അതെന്താണ്? പൊതുജനങ്ങൾ ഒത്തുകൂടുന്ന പൊതുസ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. ഓക്കെ. സി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 യാർഡ് അല്ലെങ്കിൽ 100 വാരയ്ക്കകത്ത് വരുന്ന പ്രദേശങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 വാര ചുറ്റളവിനുള്ളിൽ അവിടെയുള്ള പ്രദേശങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. 4, പുകവലി നിരോധിത മേഖല എന്ന് വിജ്ഞാപനം ചെയ്ത സ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെന്റ് ഒന്ന് നല്ലവണ്ണം നോക്കി ഒരു 2 സെക്കൻഡ് സമയം പെട്ടെന്ന്. ഓക്കെ, നമുക്കിത് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? ശരിയാണ്. പക്ഷെ നമുക്ക് വേണ്ടത് തെറ്റാണ്. രണ്ടാമത്തത്, പൊതുജനങ്ങൾ ഒത്തുകൂടുന്ന പൊതുസ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. എങ്കിൽ പിന്നെ ഒരു ജംഗ്ഷനിലും ഒരു കടകളിലും ഇത് വിൽക്കാൻ പറ്റില്ലല്ലോ. ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞത്, വിൽക്കുവാൻ പാടില്ല എന്നാണ്. വിൽക്കാം. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പൊതുജനങ്ങൾ ഒത്തുകൂടുന്ന പൊതുസ്ഥലങ്ങളിൽ എന്ത് ചെയ്യാം? പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാം. ഓക്കെ. അതുപോലെ പുകവലിയാണ് പൊതുസ്ഥലങ്ങളിൽ നിരോധിച്ചിരിക്കുന്നത്, വിൽക്കുന്നത് നിരോധിച്ചിട്ടില്ല. അതുപോലെ സി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 വാരയ്ക്കകത്ത് വിൽക്കാൻ പാടില്ല. അത് ശരിയാണ് സ്റ്റേറ്റ്മെന്റ്. 4, പുകവലി നിരോധിത മേഖല എന്ന് വിജ്ഞാപനം ചെയ്ത സ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. അതായത് പുകവലി നിരോധിത മേഖല എന്ന് വിജ്ഞാപനം ചെയ്ത സ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടില്ലെന്നാണ്. പുക വലിക്കാനേ പാടില്ല, അതുള്ളൂ. വിൽക്കാൻ കുഴപ്പമില്ല. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉം തെറ്റെന്നാണ്. മനസ്സിലായോ? 2ഉം 4ഉം തെറ്റെന്നാണ്. സമാധാനത്തോടെ ആലോചിച്ചില്ലെങ്കിൽ കൺഫ്യൂഷൻ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കുക. നമുക്കറിയാം കോട്ട്പ നിയമം 2003. ഈ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഡേറ്റ് എന്നാണ് 2003 മെയ് 18. ആ ഡേറ്റ് കൂടെ ഓർമ്മിക്കുക. 2003 മെയ് 18 കോട്ട്പ നിയമം ഇന്ത്യയിൽ വരാൻ കാരണമായ ലോക ആരോഗ്യ അസംബ്ലി ഏത് എന്ന് ചോദിച്ചാൽ 1990 43ാം അസംബ്ലി എന്നുകൂടെ അറിയുക. 1990 43ാം ലോക ആരോഗ്യ അസംബ്ലി. ക്ലിയർ ആണോ? ഇത്രയുമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കോട്ട്പ ആക്ട് 2003 പ്രധാന ലക്ഷ്യങ്ങളിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ്.
കോട്ട്പ ആക്ട് 2003 പ്രധാന ലക്ഷ്യങ്ങളിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? നോക്കാം. ഒന്ന്, വിദ്യാർത്ഥികളെ പുകയില ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക. നമുക്ക് നോക്കാം ശരിയോ തെറ്റോ നോക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, യുവജനങ്ങളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഗർഭിണികളായ സ്ത്രീകളെയും ചെറിയ കുട്ടികളെയും പുകയിലയുടെ ദൂഷ്യവശത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക. ഓപ്ഷൻ ഡി, നേരിട്ടും അല്ലാതെയുമുള്ള എല്ലാ പുകയില ഉൽപ്പന്നങ്ങളെയും നിരുത്സാഹപ്പെടുത്തുക. ക്ലിയർ ആണോ? അപ്പോൾ ഈ 4 കാര്യങ്ങളാണ്. 1 വിദ്യാർത്ഥികളുടേത്, 2 യുവജനങ്ങളുടേത്, 3 ഗർഭിണികൾ, 4 എന്താണ് നേരിട്ടും അല്ലാതെയുള്ള പുകയില ഉപയോഗങ്ങളുടെയും പരസ്യങ്ങളെ എന്ത് ചെയ്യുക? നിരുത്സാഹപ്പെടുത്തുക, അല്ലെങ്കിൽ ഉപയോഗങ്ങളെയും നിരുത്സാഹപ്പെടുത്തുക. ശരിയല്ലേ? എല്ലാം ശരിയല്ലേ? ആരെങ്കിലും നിർബന്ധിക്കുമോ? യുവജനങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കാൻ പറ്റുമോ? കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ? അപ്പം മുഴുവൻ പേരെയും രക്ഷിക്കുക എന്നാണ് കോട്ട്പ നിയമത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. കണ്ടോ? വിദ്യാർത്ഥികളെ, യുവജനങ്ങളെ, ഗർഭിണികളെ, ചെറിയ കുട്ടികളെ, അതുപോലെ നേരിട്ടും അല്ലാതെയുമുള്ള എല്ലാ പുകയില ഉപയോഗത്തിൻ്റെയും മൊത്തത്തിൽ നിരുത്സാഹപ്പെടുത്തുക എന്നാണ് കോട്ട്പ നിയമത്തിൻ്റെ കംപ്ലീറ്റ് ലക്ഷ്യമെന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എന്താണ് ഓപ്ഷൻ ഡി? 1, 2, 3, 4 ശരി. 1, 2, 3, 4 ശരി. എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. മനസ്സിലാക്കി സമാധാനത്തോടെ ക്വസ്റ്റ്യനെ നേരിട്ടാൽ മാർക്ക് കിട്ടും. കോട്ട്പ ഒക്കെയാണോ? 3 മാർക്കിൻ്റെ പോർഷനാണേ. സിലബസിൽ 3 മാർക്കാണ് കോട്ട്പയ്ക്ക്. നേരെ പോകുന്നു. കേരളത്തിൽ വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാല സ്ഥാപിക്കുന്നതിന് സ്കൂൾ കോളേജുകളിൽ നിന്നും വേണ്ട കുറഞ്ഞ ദൂരപരിധി എത്ര? കേരളത്തിൽ വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാല എന്ന് പറഞ്ഞാൽ അത് കേരള ബിവറേജസ് അല്ലേ കോർപ്പറേഷൻ ആണോ ബാറാണോ എന്ന് നിങ്ങൾ നോക്കുക. ചില്ലറ വിൽപ്പനശാല അതായത് ബാറല്ലേ? കാരണം എന്താണ്? മദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് പാഠത്തിൽ? ഫോറിൻ ലിക്വർ റൂൾസ് എന്നൊരു മോഡ്യൂൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ ഫോറിൻ ലിക്വർ റൂൾസ്? പഠിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആ മോഡ്യൂൾ കണ്ടിട്ട് വരിക. ഓക്കെ, ഫോറിൻ ലിക്വർ റൂൾസ് എന്ന പാഠത്തിനകത്ത് ലൈസൻസുമായി ബന്ധപ്പെട്ടാണ്. അതിന് 1ാമത്തെ ലൈസൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോറിൻ ലിക്വർ ലൈസൻസ് 1 ആർക്കാണ്? അത് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡിനാണ്, ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക്. 3ാമത്തെ ലൈസൻസ് FL3 ലൈസൻസ് ആർക്കാണ്? അത് ബാറുകൾക്കുള്ള ലൈസൻസ് ആണ് അല്ലെ? ബാറുകൾക്ക് പ്രത്യേകത എന്താണ്? മദ്യം പൊട്ടിച്ച് ചില്ലറ വിൽപ്പനയായി എന്ത് ചെയ്യാം? ഒഴിച്ചു നൽകാം. അവിടെ ഇരുന്ന് മദ്യം കഴിക്കാനുള്ളതുണ്ട് അല്ലേ? പക്ഷേ നമ്മളൊരു ദൂരപരിധി പഠിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്തൊക്കെയാ? സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ അമ്പലം, പള്ളി, മോസ്ക്, ശ്മശാന ഗ്രൗണ്ട്, SC/ST കോളനികൾ തുടങ്ങിയവയിൽ നിന്നൊക്കെ എത്ര ദൂരം വേണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കാം, ആ ദൂരമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കേരളത്തിൽ വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാലകൾ സ്ഥാപിക്കാൻ സ്കൂൾ കോളേജുകളിൽ നിന്ന്, വിദ്യാഭ്യാസ സ്ഥാപനമാണല്ലോ, എത്ര ദൂരപരിധി വേണം? 50 ആണോ, 100 ആണോ, 200 ആണോ, 400 ആണോ എന്ന് ചോദിച്ചാൽ കറക്റ്റ് ഉത്തരം തെറ്റിക്കരുത്. 100 എന്ന് എഴുതാനുള്ള സാധ്യത നിങ്ങൾക്ക് വരും. ആൻസർ 200 മീറ്ററാണ്. ആൻസർ 200 മീറ്റർ. എങ്കിൽ ഇത് 50 മീറ്ററായി കുറയും. എവിടെ മാത്രം? അത് 4 സ്റ്റാറോ അതിന് മുകളിലോ ഉള്ള ഹോട്ടലുകൾക്കാണെങ്കിൽ ഈ ദൂരപരിധി എത്ര മതി? 50 മീറ്റർ മതി. അപ്പോൾ 4 സ്റ്റാറോ അതിന് മുകളിലോ ഉള്ള ഹോട്ടലുകൾക്ക് ദൂരപരിധി എത്രയാണ്? 50 മീറ്റർ മതി. അല്ലാതെയൊക്കെ എത്രയാണ്? 200 മീറ്ററാണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പം 3ാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചു, മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ടോപ്പിക്ക് പഠിച്ചിട്ട് വന്ന് കണ്ടാൽ നല്ല എളുപ്പമായിരിക്കും. താഴെ പറയുന്നവയിൽ നിയമം മൂലം കേരളത്തിൽ മദ്യവിൽപ്പന നിരോധിച്ചിട്ടില്ലാത്ത ദിവസമേത്? നിരോധിച്ചിട്ടില്ലാത്ത ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഇവിടെ ഒക്ടോബർ 2 ഏത് ദിവസമാണ്? ഗാന്ധി ജയന്തി. ജനുവരി 30 ഗാന്ധിജി രക്തസാക്ഷിത്വ ദിനം. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്രൈ ഡേയ്സ് എന്നാൽ എന്ത്? അതായത് മദ്യവിൽപ്പന അല്ലേ നടക്കാൻ പാടില്ലാത്ത ദിവസങ്ങൾ അല്ലേ? മദ്യവിൽപ്പനശാലകൾ അടഞ്ഞു കിടക്കേണ്ട ദിവസങ്ങൾ ആണ് ഡ്രൈ ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഡ്രൈ ഡേയ്സ് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് അറിയാൻ പറ്റും. ഡ്രൈ ഡേയ്സ് 1 ശ്രീനാരായണ ഗുരു ജയന്തി, ശ്രീനാരായണ ഗുരു സമാധി, ഗാന്ധി ജയന്തി, ഗാന്ധി രക്തസാക്ഷിത്വ ദിനം, ദുഃഖവെള്ളി, അതുപോലെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം, വോട്ടെണ്ണൽ ദിനം, അതുപോലെ പോളിംഗ് നടക്കാൻ പോകുന്ന മണ്ഡലങ്ങളിലെ അവസാന 48 മണിക്കൂർ തുടങ്ങിയവയ്ക്കാണ് എന്ത്?
അന്താരാഷ്ട്ര, അതുപോലെ തന്നെ എല്ലാ മാസവും ഇംഗ്ലീഷ് മാസത്തിലെ 1-ാം തീയതി അത് കള്ള് ഷാപ്പുകൾ ഒഴികെയാണ്. ഈ ദിവസങ്ങളാണ് ഡ്രൈ ഡേയ്സ് എന്ന് പറയുന്നത്. ഇതിലല്ലാത്ത ദിവസങ്ങൾ ഇപ്പോൾ ഓഗസ്റ്റ് 15 അല്ലെങ്കിൽ ഏപ്രിൽ 7 എന്താണ്? ഏപ്രിൽ 7 ആരോഗ്യ ദിനം. ഈ ദിവസമൊക്കെ ഓപ്ഷനിൽ വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ശ്രീകൃഷ്ണ ജയന്തി, അങ്ങനെ കുറേ ഓപ്ഷനൊക്കെ വരും കേട്ടോ. അപ്പോൾ അതൊക്കെ തെറ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഇത്രയും ദിവസങ്ങളാണ് ഡ്രൈ ഡേയ്സിൽ വരുന്നത്. ഈ ദിവസങ്ങൾ മാത്രമാണ് മദ്യവിൽപ്പനശാലകൾ നിരോധിച്ചിരിക്കുന്ന ദിവസം. അപ്പോൾ ഇവിടെ ആൻസർ ഓഗസ്റ്റ് 15 ഇവിടുത്തെ ആൻസർ. ഓഗസ്റ്റ് 15 ഡ്രൈ ഡേ അല്ല. ക്ലിയർ ആണോ? ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്നത് കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരം? അപ്പോൾ കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ 5 ആണോ 6 ആണോ 4 ആണോ 7 ആണോ എന്ന് ചോദിച്ചാൽ പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്ന വകുപ്പാണ് 4. കോട്ട്പ നിയമത്തിലെ സെക്ഷൻ 4 പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്ന വകുപ്പ്. നമുക്കറിയാം പൊതുസ്ഥലം എന്ന് പറഞ്ഞാൽ പബ്ലിക്, അതായത് ജനങ്ങൾ ഒത്തുകൂടുന്ന ഏതൊരു സ്ഥലവും, ആശുപത്രി ആയാലും ബസ് സ്റ്റാൻഡ് ആയാലും വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ ഏത് സ്ഥലവും പൊതുസ്ഥലമാണ്. അവിടെ പുകവലി നിരോധിച്ചിരിക്കുന്നു. അത് സെക്ഷൻ 4 പ്രകാരം പുകവലിക്കുന്ന ഏതൊരാൾക്കും 200 രൂപ പിഴ. 200 രൂപ പിഴയാണ്. ഇത് പിഴ കിട്ടുന്ന സെക്ഷൻ 21. അപ്പോൾ സെക്ഷൻ 4 പ്രകാരം ആരെങ്കിലും പൊതുസ്ഥലത്ത് പുകവലിച്ചാൽ സെക്ഷൻ 21 പ്രകാരം ശിക്ഷ ലഭിക്കും എന്നറിയുക. ശിക്ഷ ലഭിക്കും. അത് ഒരു കാര്യം കൂടെ അറിയാം, അത് ഭരണഘടനയുടെ ഏത് വകുപ്പിൻ്റെ ലംഘനമാണ് എന്ന് ചോദിച്ചാൽ ഏത് അനുച്ഛേദത്തിൻ്റെ ലംഘനമാണ്? ഭരണഘടനയിലെ 21ാമത്തെ അനുച്ഛേദത്തിൻ്റെ ലംഘനമാണ്. ഭരണഘടനയിലെ 21ാമത്തെ അനുച്ഛേദം എന്താണെന്ന് ചോദിച്ചാൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നാണ്. കറക്റ്റ് അല്ലേ? ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. ഈ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നതിൻ്റെ ലംഘനമാണല്ലോ മറ്റൊരാൾ പുകവലിക്കുന്നത് കാരണം നമ്മൾക്ക് അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത്, പാസീവ് സ്മോക്കിംഗ്. അപ്പോൾ മറ്റൊരാൾ വലിക്കുന്നതിൻ്റെ പുകയുടെ ഭവിഷ്യത്ത് വലിക്കാത്ത ഒരാൾ അനുഭവിക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? കോടതി പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്നത്. പുകവലിക്കാം അവരുടെ വീട്ടിലിരുന്നോ അല്ലെങ്കിൽ അതിനായി പ്രത്യേകം സജ്ജീകരിച്ചുള്ള സ്ഥലങ്ങളിൽ നിന്നോ മാത്രം. അങ്ങനെ പൊതുസ്ഥലത്ത് പുകവലിക്കുന്ന ഏതൊരു വ്യക്തിക്കും 200 രൂപ പിഴയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ 200 രൂപ പിഴ മാത്രമല്ല, കേരള ഹൈക്കോടതി പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചത് 1999 ജൂലൈ 12 മുതലാണ്. 1999 ജൂലൈ 12. ക്ലിയർ ആണോ? ആ സെക്ഷൻ പറഞ്ഞപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നമ്മുടെ ഗ്രൂപ്പിൽ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ളവർ വളരെ വേഗം ജോയിൻ ചെയ്യുക. കാരണം നിങ്ങൾക്കുള്ള മാക്സിമം കണ്ടന്റ് നമ്മളിവിടെ തരുന്നു. ഓക്കെ, കാരണം ക്രാഷ് ബാച്ച് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രാഷ് ബാച്ച് ആരംഭിക്കുമ്പോൾ തന്നെ വളരെ വേഗം നമുക്ക് എക്സാം കുറച്ചായാലും, കാരണം ഇത് മറ്റുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് പോലെയല്ല, കുറച്ചേ ഉള്ളൂ ഇത് സിലബസ്. അപ്പോൾ ഇത് പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞാൽ 20 മാർക്ക് നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും. നമ്മൾ പരമാവധി ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചുകളിലേക്ക് വേഗം തന്നെ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ശ്രദ്ധിക്കുക. സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ കോട്ട്പ ആക്ട് പ്രകാരം ചുമത്താവുന്ന കൂടിയ പിഴ എത്ര? നമുക്കറിയാം ഇവിടെ ഒരു 100 യാർഡ്, ഇത് ശ്രദ്ധിച്ചോണം, 100 മീറ്റർ അല്ല, 100 യാർഡ്. ഈ 100 യാർഡ് ചുറ്റളവിനുള്ളിൽ എന്ത് വിൽക്കാൻ പാടില്ല? പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാനേ പാടില്ല. അത് സെക്ഷൻ 6B പ്രകാരമാണ് പറയുന്നത്. സെക്ഷൻ 6B, സ്മോൾ ബി. സെക്ഷൻ 6ഉം 6Bയും ഒന്ന് പറയാം. സെക്ഷൻ 6 എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള ആർക്കും എന്ത് നൽകാൻ പാടില്ല? പുകയിലയോ പുകയില ഉൽപ്പന്നങ്ങളോ നൽകാൻ പാടില്ല. 6Bയിൽ സ്കൂൾ പരിസരത്ത് എന്ത് ചെയ്യാൻ പാടില്ല? ഇത് വിൽക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ വിൽക്കുന്ന കടകളിൽ പോലും ബോർഡ് വയ്ക്കണം, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നൽകിയാൽ അത് ശിക്ഷാർഹമാണെന്ന്. അങ്ങനെ വയ്ക്കാത്തവരോ അല്ലെങ്കിൽ ഈ സ്കൂൾ പരിസരത്ത് ഇങ്ങനെ വിൽക്കുന്നവർക്കോ ഉള്ള പിഴ 200 രൂപയാണ്. പിഴ ഓർമ്മിക്കുക, 200 രൂപ. അപ്പോൾ 6ൻ്റെയും 6 സ്മോൾ ബിയുടെയും ശിക്ഷ പറയുന്ന സെക്ഷൻ 24 സെക്ഷൻ 24. ഈ സെക്ഷൻ 24ൻ്റെ പിഴയാണ് 200 രൂപ. ക്ലിയർ ആണോ? ക്ലിയർ. അടുത്ത സെക്ഷനിലേക്ക് പോകാം. അടുത്തത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. നോക്കാം. ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പുകയില ഉൽപ്പന്ന പാക്കറ്റിൽ എത്ര ശതമാനം സ്ഥലത്ത് പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ഉണ്ടാകണം? അതായത് നമ്മളിപ്പോൾ ഒരു സിഗരറ്റ് പാക്കറ്റോ അല്ലെങ്കിൽ ഒരു പുകയില ഉൽപ്പന്നമോ വാങ്ങുന്ന സമയത്ത് അതിൽ വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് മുന്നറിയിപ്പ് ചിത്രങ്ങളും മുന്നറിയിപ്പ് കോഷനും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, സ്മോക്കിംഗ് കിൽസ്, സ്മോക്കിംഗ് കോസസ് ക്യാൻസർ,
സിഗരറ്റ് കോസസ് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും, കുറേ പടവും ഉണ്ടാവും, ഒരു തലയോട്ടിയുടെ പടവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സാധനം, ഈ ചിത്രങ്ങൾ എത്ര ശതമാനം ഈ പാക്കറ്റിൽ ഉണ്ടാകണമെന്ന ചിത്രം മാത്രമല്ല മുന്നറിയിപ്പ് മുഴുവൻ ആ പാക്കറ്റിൻ്റെ മൊത്തം വലിപ്പത്തിൻ്റെ 85% ഉണ്ടായിരിക്കണം. 85%. ക്ലിയർ ആണോ? 85% ആണ്. അപ്പോൾ ഓർമ്മിക്കുക, സിഗരറ്റ് പാക്കറ്റിൻ്റെയോ അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളുടെ മുന്നറിയിപ്പ് 85% വലിപ്പത്തിൽ അതിനകത്തുണ്ടായിരിക്കണം. അടുത്തത്, ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുവാൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? അപ്പോൾ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുവാൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? അപ്പോൾ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി വസ്തുക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് മദ്യമൊക്കെ ഉൾപ്പെടും. അപ്പോൾ ഏത് ആർട്ടിക്കിളിലാണ് ഇതിനകത്ത് പറയുന്നത് ചോദിച്ചാൽ ആർട്ടിക്കിൾ 47 അതായത് മനുഷ്യൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 47 പറയുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 47 നമുക്കറിയാം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, മാർഗനിർദ്ദേശക തത്വങ്ങൾക്കകത്താണ് ഈ സെക്ഷൻ പറയുന്നത്, ഈ മോഡ്യൂൾ അല്ലേ, ഈ അനുച്ഛേദം പറയുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കണം, ആരോഗ്യത്തിന് ഹാനികരമാകുന്ന കാര്യം ഭരണഘടന ഏത് സെക്ഷൻ എന്ന് ചോദിച്ചാൽ, ഏത് ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 47 എന്നറിയുക. ആർട്ടിക്കിൾ 47. അതുപോലെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ, നമുക്കൊരു പാഠമുണ്ട്, ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ആൽക്കഹോളിസം. അതിനകത്ത് കുറേ പദ്ധതികളുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് വിമുക്തി മിഷൻ. വിമുക്തിയുണ്ട്, സുബോധമുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിമുക്തി മിഷൻ്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ ആര്? വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ വിമുക്തി മിഷൻ നമുക്കറിയാം, ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ് വിമുക്തി മിഷൻ. ഇതിൻ്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ മുഖ്യമന്ത്രിയാണോ, ഗവർണറാണോ, എക്സൈസ് വകുപ്പ് മന്ത്രിയാണോ, ചീഫ് സെക്രട്ടറി ആണോ എന്ന് ചോദിച്ചാൽ അത് മുഖ്യമന്ത്രി തന്നെയാണ്. ലഹരി വിരുദ്ധ ക്യാമ്പയിനായ വിമുക്തി മിഷൻ്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി തന്നെയാണ്. എങ്കിൽ അതിൻ്റെ വൈസ് ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ അത് എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്, എക്സൈസ് വകുപ്പ്. എങ്കിൽ ഇതിനകത്ത് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിമുക്തി മിഷൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് ആരാണ്? സംസ്ഥാനതല ചെയർമാൻ ചോദിച്ചാൽ അത് എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. ഓക്കെ, അത് അങ്ങനെ എക്സിക്യൂട്ടീവ് വകുപ്പ് എന്ന് ചോദിച്ചാൽ അത് എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് ചെയർമാൻ. പക്ഷെ അല്ലാതെ ഗവേണിംഗ് ബോഡി ചെയർമാൻ ചോദിച്ചാൽ ആരാണ്? മുഖ്യമന്ത്രിയാണ്. അടുത്ത് നമുക്ക് നോക്കാം, ആരാണ് വിമുക്തി മിഷൻ്റെ ബ്രാൻഡ് അംബാസഡർ? വിമുക്തി മിഷൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? വിമുക്തി മിഷൻ്റെ ബ്രാൻഡ് അംബാസഡർ സച്ചിൻ ടെണ്ടുൽക്കറാണ്. വിമുക്തി മിഷൻ്റെ ബ്രാൻഡ് അംബാസഡർ സച്ചിൻ ടെണ്ടുൽക്കർ. ക്ലിയർ ആണോ? സച്ചിൻ ടെണ്ടുൽക്കർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. കേരളത്തിൽ മദ്യ ഉപയോഗം അല്ലെങ്കിൽ ഉപഭോഗം അനുവദിച്ചിരിക്കുന്നത് എത്ര വയസ്സ് മുതലാണ്? കേരളത്തിൽ മദ്യ ഉപഭോഗം അനുവദിച്ചിരിക്കുന്നത് എത്ര വയസ്സ് മുതലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 18 ആണോ, 23 ആണോ, 21 ആണോ, 20 ആണോ? നല്ലൊരു ക്വസ്റ്റ്യനാണ്, നല്ലൊരു ക്വസ്റ്റ്യൻ. 23 വയസ്സാണ് ആൻസർ. എല്ലാവരും 18ലേക്ക് പോകും. 23 വയസ്സാണ് ആൻസർ. അപ്പോൾ ഓർമ്മിക്കുക, കേരളത്തിൽ മദ്യ ഉപഭോഗം അനുവദിച്ചിരിക്കുന്ന പ്രായം എത്രയാണ്? 23 വയസ്സാണ്. ഇത് അബ്കാരി ആക്റ്റിൽ, നമ്മുടെ അബ്കാരി ആക്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അബ്കാരി ആക്ട് ഓഫ് 1077 എന്ന് പഠിച്ചിട്ടുണ്ടാവും തന്നല്ലോ അബ്കാരി ആക്ട്. അതിനകത്തെ 15ാമത്തെ സെക്ഷനിൽ 15A, 15B, 15C സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള 3 സെക്ഷനാണ്. 15 ക്യാപിറ്റൽ A. ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരു പേപ്പർ എടുത്ത് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ടും ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് ഒത്തു നോക്കുക. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നമ്മൾ ഈ പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എന്നല്ല, മാക്സിമം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മാക്സിമം ഒരു പേപ്പർ എടുത്ത് വെച്ച് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് തരിക. നോട്ട് ചെയ്തിട്ട് നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ടും നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ എന്ത് ചെയ്യുക, കമൻ്റ് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ക്ലാസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ 15 എ എന്ന് പറഞ്ഞാൽ 23 വയസ്സിന് താഴെയുള്ളവർ അതാണ് മദ്യമോ മറ്റോ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ ഉപയോഗിച്ചാൽ 2 വർഷവും 5000 രൂപയും പിഴയാണ്. 15 ബി, ക്യാപിറ്റൽ ബി, 23 വയസ്സിൽ താഴെയുള്ളവർക്ക് നൽകാൻ പാടില്ല അല്ലെങ്കിൽ വിൽക്കാൻ പാടില്ല, അവർക്കും ശിക്ഷ 2 വർഷവും 5000 രൂപയാണ്. 15 സി, പൊതുസ്ഥലത്തെ മദ്യപാനം നിരോധിച്ചിരിക്കുന്നു, അങ്ങനെ ആരെങ്കിലും ഉപയോഗിച്ചാൽ അവർക്കും ശിക്ഷ 2 വർഷവും 5000 രൂപയുമാണ്. അപ്പോൾ 15 എ, 15 ബി, 15 സി മനസ്സിലാക്കുക. 15 എ എന്ന് പറഞ്ഞാൽ, 15 ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ 23 വയസ്സിന് താഴെയുള്ള ആരും എന്ത് ചെയ്യരുത്, ഉപയോഗിക്കരുത്.
15 ബി എന്ന് പറഞ്ഞാൽ 23 വയസ്സിന് താഴെയുള്ള ആർക്കും നൽകരുത്, വിൽക്കരുത്. സി എന്ന് പറഞ്ഞാൽ പൊതുസ്ഥലത്തെ മദ്യപാനം നിരോധിച്ചിരിക്കുന്നു. ഇതിൻ്റെ ശിക്ഷകളും പറഞ്ഞിട്ടുണ്ട്. 15 ഇമ്പോർട്ടൻസ് മറക്കരുത്. അടുത്ത സെക്ഷനിലേക്ക് പോകും, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. IT ആക്ട് ആണ്. IT ആക്ട് നമുക്ക് ഇതിനകത്തുള്ളതാണ്, എന്നാലൊന്ന് പഠിച്ചു പോകാം. IT ആക്ട് 2000 പ്രകാരം സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി തടവ് ശിക്ഷ എത്രയാണ്? നമുക്കറിയാം സൈബർ തീവ്രവാദം 66F ആണ് അല്ലേ? 66F ആണ് സൈബർ ടെററിസം എന്ന് പറയുന്നത്. നമുക്ക് അറിയാം, എളുപ്പമാണ്. എന്താണ് ശിക്ഷ? ജീവപര്യന്ത തടവ് തന്നെ അല്ലേ? ജീവപര്യന്തം വരെയുള്ള തടവും പിഴയുണ്ട്. കാരണം രാജ്യത്തിനെതിരെയുള്ള എന്തെങ്കിലും കുറ്റം അല്ലേ, IT ആക്ട് പ്രകാരം രാജ്യത്തിനെതിരെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്തായാലും ചെയ്യുന്ന ആൾക്ക് ജീവപര്യന്തം വരെയുള്ള തടവും പിഴയും കിട്ടും നമുക്കറിയാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. കേരളത്തിൽ മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം 23 വയസ്സ്. നമ്മൾ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാം. ഒരിക്കൽ നോക്കിയതാണ്, അതിൻ്റെ മറ്റൊരു വേർഷനാണ്. താഴെ കാണുന്ന പ്രസ്താവനകളെക്കുറിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ശരി ഏതെന്നാണ്. നോക്കാം, വളരെ എളുപ്പം. ജനുവരി 30 കേരളത്തിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണ്ടേ? കിടക്കണം, ശരിയാണ്. കാരണം എന്ത് ദിവസമാണ്? ഏത് ദിവസമാണ്? ഗാന്ധിജി രക്തസാക്ഷിത്വ ദിനം. ലോകാരോഗ്യ ദിനമായ ഏപ്രിൽ 7 കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടങ്ങി കിടക്കണം. ഏപ്രിൽ 7 ഡ്രൈ ഡേ അല്ലല്ലോ, അപ്പോൾ അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് അറിയുക. ഓക്കെ. 3 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. ശരി തന്നെയാണ്. നമ്മൾ ജൂൺ 26 ഡ്രൈ ഡേ തന്നെയാണ്. ദുഃഖവെള്ളി ദിനത്തിൽ കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. ശരി തന്നെയാണ്. അപ്പോൾ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് 1, 3, 4 എന്നിവ മാത്രം ശരി, 2 മാത്രമല്ലേ തെറ്റടാ. ഏപ്രിൽ 7 ഡ്രൈ ഡേ അല്ല. ഓക്കെ, നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഈ ഒരു ബോക്സും നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക കേട്ടോ. ഈ ബോക്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ബോക്സാണ്. കാരണം നമ്മൾ അബ്കാരി ആക്ടിനകത്ത് ഒരു വ്യക്തിക്ക് കൈവശം സൂക്ഷിക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിക്കാതെ ഒരു വ്യക്തി പോയാൽ ഒരു മാർക്ക് നഷ്ടപ്പെടും. അപ്പോൾ നമുക്കിവിടെ കുറച്ച് അളവ് തന്നിട്ടുണ്ട്. ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തെറ്റായിട്ടാണ് കുറച്ച് അളവുകൾ തന്നിട്ടുള്ളത്. നമുക്കറിയാം, ഒരു വ്യക്തിക്ക് ഒരു കൈവശം ഒരേ സമയം സൂക്ഷിക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് 15 ലിറ്ററാണ്. 15 ലിറ്റർ. അതെങ്ങനെ 15 ലിറ്റർ വന്നു എന്ന് ചോദിച്ചാൽ അത് ഇതിൻ്റെ ഓരോന്ന് ചേർത്തിട്ടാണ് 15 ലിറ്റർ. അപ്പോൾ നമുക്ക് നോക്കാം, കള്ള് ഒരു വ്യക്തിക്ക് എത്ര സൂക്ഷിക്കാമെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിക്ക് സൂക്ഷിക്കാൻ പറ്റുന്നത് കള്ള് 1.5 ലിറ്ററാണ് സൂക്ഷിക്കാൻ പറ്റുന്നത്. 1.5 ലിറ്റർ. അതുപോലെ IMFL നമുക്ക് ഈ IMFL, FMFL എന്നൊക്കെ കാണുമ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ അബ്കാരി ആക്ട് കണ്ടിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ക്ലാസ്സിലേക്ക് വരിക. അപ്പോൾ IMFL ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വർ, FMFL എന്ന് പറഞ്ഞാൽ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ എന്നാണ്. അപ്പോൾ IMFL നമുക്ക് എത്ര ലിറ്റർ സൂക്ഷിക്കാം? 3 ആണ്. അത് ശരി തന്നെയാണ് കേട്ടോ. 3 ലിറ്ററാണ് സൂക്ഷിക്കാവുന്നത്. ഇന്ത്യയിൽ നിർമ്മിച്ച വിദേശ മദ്യം എന്നാണ് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വർ. അടുത്തത് ബിയർ നമുക്ക് 3.5 കറക്റ്റാണ്. 3.5 ലിറ്റർ സൂക്ഷിക്കാം. പക്ഷേ വൈൻ നമുക്ക് 7.8 അത് തെറ്റാണ്. പകരം നമുക്ക് എത്രയാണ്? 3.5 ലിറ്ററാണ് വൈനും സൂക്ഷിക്കാവുന്നത്. അതുപോലെ FMFL 3.5 ലിറ്ററാണുള്ളത്. പക്ഷേ നമുക്ക് എത്രയേ ഉള്ളൂ? 2.5 ലിറ്ററേ സൂക്ഷിക്കാൻ പാടുള്ളൂ. കൊക്കോ ബ്രാൻഡി 1.5 ആണെങ്കിൽ നമുക്ക് സൂക്ഷിക്കാവുന്നത് 1 ആണ്. അപ്പോൾ ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. നമുക്കിവിടെ ശരിയുള്ളത് ഏത് മാത്രമേ ഉള്ളൂ? 2, 3 മാത്രമേ ശരിയായിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ആകെ 15 ലിറ്ററാണ്. മറക്കരുത്. കള്ള് 1.5 ലിറ്റർ എഴുതി പഠിക്കുക. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. കള്ള് 1.5 ലിറ്റർ, IMFL 3 ലിറ്റർ, ബിയർ 3.5 ലിറ്റർ, വൈന് 3.5 ലിറ്റർ, FMFL 2 ലിറ്റർ, കൊക്കോ ബ്രാൻഡി 1 ലിറ്റർ. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് പോകാം. കണ്ടോ, പട്ടികയിലെ മദ്യ ഇനങ്ങളുടെ അളവ് സംബന്ധിച്ച് ചുവടെ കാണുന്ന ഓപ്ഷനുകളിൽ ശരി ഏതാണ്? ആൻസർ ഏതാണ്? ഇതാണോ? ഇതെല്ലാം നോക്കുമ്പോൾ നമ്മൾ 2, 3 അല്ലേ? 2, 3 ആണ് ശരി ഉത്തരം. ക്ലിയർ ആണോ? അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഒരു വ്യക്തി കൈവശം സൂക്ഷിക്കാവുന്ന വിദേശ മദ്യങ്ങളുടെ അളവ് എത്രയെന്ന് ചോദിച്ചാൽ അതിൽ വിദേശ മദ്യം ആ ബോക്സിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് വിദേശ മദ്യം? ബാക്കി എല്ലാം വിദേശ മദ്യം, ഏതൊഴികെ? കള്ളൊഴികെ. അപ്പോൾ കള്ള് നാടൻ മദ്യമാണ്. അപ്പോൾ കള്ളൊഴികെ എന്ന് പറഞ്ഞാൽ കള്ള് 1.5 ലിറ്റർ ആണല്ലോ. ഇത് നോക്കരുത്. ഇത് മിസ്റ്റേക്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ തിരുത്തിയതാണ്. ഇത് നോക്കി പഠിക്കരുത്. ഇത് ക്വസ്റ്റ്യൻ തിരുത്തണം. ഞാനിപ്പോൾ എഴുതി തന്നു വെച്ച് പഠിക്കുക. അപ്പോൾ കള്ളൊഴികെ എന്ന് പറഞ്ഞാൽ കള്ളിൻ്റെ 1.5 ലിറ്റർ കുറച്ചിട്ട് നമ്മൾ പഠിക്കുക. കള്ളിൻ്റെ 1.5 ലിറ്റർ കുറച്ചാൽ എത്രയാണ്? 13.5 ലിറ്റർ എന്ന് ഓർമ്മിക്കുക. ക്ലിയർ ആണ്? നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്ത സെക്ഷൻ, കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റങ്ങൾ ആയി നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം. അപ്പോൾ കേരളത്തിൽ ചാരായ നിരോധന വർഷം 96ലാണ്. ചാരായ നിരോധനത്തിന് ശിക്ഷ വന്ന വർഷമാണ് 97 ആണ് ആൻസർ. 97 എന്ന് ഓർമ്മിക്കുക. 97.
അതുപോലെ NDPS, നമുക്കിതിനകത്ത് NDPS നിയമമുണ്ട് അല്ലേ, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985. ഈ NDPS നിയമപ്രകാരം അപ്പോൾ ഇതിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, കഞ്ചാവ്, ഇന്ത്യയിൽ കഞ്ചാവ് നിരോധിച്ച വർഷം എന്ന് ചോദിച്ചാൽ അത് 1985 ആണ്. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട നിരോധന നിയമമാണ് 1985 നവംബർ 14 നിലവിൽ വന്ന NDPS നിയമം. നോക്കാം, NDPS നിയമം എവിടെയാണ് ബാധകമായത്? കേരളം മാത്രം, ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങൾ, ജമ്മു ആൻഡ് കാശ്മീർ ഒഴികെയുള്ള ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങൾ, അതുപോലെ ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ആയ ത്രിപുര എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് അറിയാം NDPS നിയമം ഇന്ത്യ മുഴുവൻ ബാധകമാണ്. ഇന്ത്യ മുഴുവൻ ബാധകമാണെന്ന് ഓർമ്മിക്കുക. NDPS നിയമം നിലവിൽ വന്നത് ഓർമ്മിക്കുക 1985 നവംബർ 14 രാജീവ് ഗാന്ധി സർക്കാരിൻ്റെ കാലത്താണ് നിലവിൽ വന്നത്. ഈ ബില്ല് ഒപ്പിട്ട രാഷ്ട്രപതി ഗ്യാനി സെയിൽ സിംഗ് ആണ്. NDPS നിയമത്തിനകത്ത് നമുക്കറിയാം മിക്കവാറുമുള്ള എല്ലാ ശിക്ഷകൾക്കും, കൂട്ടു നിൽക്കുന്ന ആൾക്കും, ഗൂഢാലോചന ചെയ്യുന്ന ആൾക്കും എല്ലാവർക്കും ആ ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള ശിക്ഷ കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, 2 കഞ്ചാവ് ചെടികൾ നട്ടു വളർത്തിയാൽ NDPS ആക്ട് 1985 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ. നമുക്കിവിടെ ഒരു വെറൈറ്റി ക്വസ്റ്റ്യനാണ് ഈ 2 കഞ്ചാവ് ചെടികൾ. നിങ്ങളൊരു കാര്യം അറിയുക, NDPS നിയമപ്രകാരം ഇതെല്ലാം നിരോധിച്ചിട്ട വസ്തുക്കളാണല്ലോ. നാർക്കോട്ടിക് ഡ്രഗ്സും കഞ്ചാവും എല്ലാം നിരോധിച്ചതാണ്, സൈക്കോട്രോപിക് സബ്സ്റ്റൻസും ഒക്കെ. അപ്പോൾ ഇത് ഒരു വ്യക്തി കൈവശം സൂക്ഷിച്ചിരുന്നാൽ, ഒരു വ്യക്തി കൈവശം സൂക്ഷിക്കുകയാണെങ്കിൽ അയാളുടെ കൈവശമുള്ള വസ്തുക്കൾ പിടിച്ചെടുത്തതിന് ശേഷം അത് അളവ് തൂക്കി നോക്കാറുണ്ട്. അളവ് തൂക്കി നോക്കുമ്പോൾ അത് സ്മോൾ ക്വാണ്ടിറ്റി എന്നും മീഡിയം ക്വാണ്ടിറ്റി എന്നും കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്നും 3 അളവിലാണ് തൂക്കി നോക്കുന്നത്. മാത്രമല്ല നമ്മൾ NDPS ആക്ട് പഠിപ്പിച്ചപ്പോൾ ലാസ്റ്റ് ഒരു ബോക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോന്നും എത്ര അളവുകളെന്ന് നോക്കുക. NDPS ആക്ടിൻ്റെ ആ ഒരു ബോക്സ് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് വരിക. അതിനകത്ത് ഓരോന്നിനും ഓരോ അളവാണ്. കഞ്ചാവ് സ്മോൾ ക്വാണ്ടിറ്റി 1 കിലോഗ്രാം, മീഡിയം ക്വാണ്ടിറ്റി 20 കിലോഗ്രാം വരെ, 20 കിലോഗ്രാമിന് മുകളിലാണെങ്കിൽ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്നുണ്ട്. ഇതിന് 3 തരം ശിക്ഷകളുമുണ്ട്. സ്മോൾ ക്വാണ്ടിറ്റിക്ക് 1 വർഷം വരെ കഠിന തടവും 10,000 രൂപ പിഴയും, മീഡിയം ക്വാണ്ടിറ്റിക്ക് 10 വർഷവും 1,00,000 രൂപയുമാണ് പിഴ. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി വലിയ അളവിലാണെങ്കിൽ, കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി വലിയ അളവിലാണ്, വാണിജ്യ അളവിലാണെങ്കിൽ 10 മുതൽ 20 വർഷം വരെയുള്ള കഠിന തടവോ 1 മുതൽ 2,00,000 രൂപ വരെയുള്ള പിഴയോ കിട്ടും. അങ്ങനെ 3 തരം ശിക്ഷകളാണ് അവിടെ പറയുന്നത്. അതിൽ നമുക്കിവിടെ 2 കഞ്ചാവ് ചെടികൾ എന്ന് പറയുന്ന ഓപ്ഷൻ ആൻസർ B ആണ്. 1 വർഷം വരെ തടവും 10,000 രൂപ വരെ പിഴയുമാണ്. C ആണ്, ഓപ്ഷൻ C ആണ് ആൻസർ. എന്താണ്? 10 വർഷം വരെ തടവും 1,00,000. അതായത് മീഡിയം ക്വാണ്ടിറ്റി ആയിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ 1 വർഷം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്മോൾ ക്വാണ്ടിറ്റിയുടെ ശിക്ഷയാണ്. 1 വർഷം വരെ എന്ന് വെച്ചാൽ സ്മോൾ ക്വാണ്ടിറ്റിയുടെ ശിക്ഷയാണ്, 10 വർഷമാണ് മീഡിയം ക്വാണ്ടിറ്റിയുടെ ശിക്ഷ എന്നൊന്ന് അറിയുക. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ശ്രദ്ധിച്ച് വെച്ചോ, ചിലപ്പോൾ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാം. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസ് എന്നൊരു മോഡ്യൂളുണ്ട് നമുക്ക് പഠിക്കാം, ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസ്. ഈ മോഡ്യൂളിനകത്ത് നമുക്കറിയാം നമുക്ക് പാനയോഗ്യമായ മദ്യം, നമുക്ക് കുടിക്കാൻ ഉപയോഗിക്കുന്ന മദ്യങ്ങൾ അറിയപ്പെടുന്ന പേര് ഈഥെയിൽ ആൽക്കഹോളും വിഷമദ്യം. അതിനകത്ത് ഈ ഈഥെയിൽ ആൽക്കഹോളിൻ്റെ വീര്യം കൂട്ടുമ്പോൾ അത് ചിലപ്പോൾ എന്തായി മാറും? മീഥെയിൽ ആൽക്കഹോളായി മാറും. അപ്പോൾ മീഥെയിൽ ആൽക്കഹോളിൻ്റെ അളവ് കൂടുമ്പോഴാണ്, ഇതിൻ്റെ വീര്യം കൂട്ടാനായി ചേർക്കുമ്പോഴാണ് മീഥെയിൽ ആൽക്കഹോൾ. അപ്പോൾ മീഥെയിൽ ആൽക്കഹോളാണ് വിഷമദ്യ ദുരന്തങ്ങൾക്ക് കാരണം. അപ്പോൾ ഈഥെയിൽ ആൽക്കഹോൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോളാണ്, അബ്സല്യൂട്ട് ആൽക്കഹോളാണ്. അതുപോലെ തന്നെ ശുദ്ധമദ്യമെന്നും ധാന്യമദ്യമെന്നും ഒക്കെ അറിയപ്പെടും. ശുദ്ധമദ്യം, ധാന്യമദ്യം, ഈഥെയിൽ ആൽക്കഹോൾ, എത്തനോൾ എന്ന പേരുകളിലൊക്കെ അറിയപ്പെടും. പക്ഷേ ഇവിടെയാണെങ്കിൽ അതെങ്ങനെ അറിയപ്പെടും? വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടും. മീഥെയിൽ ആൽക്കഹോൾ വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടും. അതുപോലെ വിഷമദ്യ ദുരന്തങ്ങൾക്ക് കാരണമാണ് മീഥെയിൽ ആൽക്കഹോൾ. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം CH3OH ആണ്. മീഥെയിൽ ആൽക്കഹോളിൻ്റെ കെമിക്കൽ ഫോർമുല CH3OH. പക്ഷേ ഈഥെയിൽ ആൽക്കഹോൾ ആണെങ്കിലോ C2H5OH ആണ്. അപ്പോൾ ഈഥെയിൽ ആൽക്കഹോൾ C2H5OH ആണ്, പക്ഷേ ഇവിടെ ആണെങ്കിൽ CH3OH ആണ്. അപ്പം മീഥെയിൽ ആൽക്കഹോളും ഈഥെയിൽ ആൽക്കഹോളും മറക്കരുത്, വിഷമദ്യ ദുരന്തങ്ങൾക്ക് കാരണമായതാണ് മീഥെയിൽ ആൽക്കഹോൾ എന്നറിയുക. രണ്ടും ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണേ. നോക്കാം, ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസ് പ്രകാരം അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ എന്ത്? അബ്സല്യൂട്ട് ആൽക്കഹോൾ നമുക്കറിയാം ഈഥെയിൽ ആൽക്കഹോളിനെയാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത് അല്ലേ? അബ്സല്യൂട്ട്, അത് കംപ്ലീറ്റ് ആയിട്ട് ആൽക്കഹോൾ മാത്രമാണ് എത്തനോൾ, ഈഥെയിൽ ആൽക്കഹോൾ. നമുക്കിവിടെ നോക്കാം, 5% വെള്ളമാണോ, 95% ഈഥെയിൽ ആൽക്കഹോളും പിന്നെ മീഥെയിൽ ആൽക്കഹോളും 2% വെള്ളമൊക്കെയാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. നിങ്ങളുടെ കാര്യം അറിയുക, അബ്സല്യൂട്ട് ആൽക്കഹോൾ കുടിക്കാൻ ഉപയോഗിക്കുന്നതാണ് അബ്സല്യൂട്ട്. അതിനകത്ത് ഒരിക്കലും മീഥെയിൽ ആൽക്കഹോൾ ഒന്നും വരില്ല.
സി നോക്കി 99.5% ഈഥയിൽ ആൽക്കഹോളും 0.5% വെള്ളവും അടങ്ങിയതാണോ അതോ ഓപ്ഷൻ ഡി ആണോ ആൻസർ എന്ന് ചോദിച്ചാൽ നിങ്ങളറിയുക, റെക്ടിഫൈഡ് സ്പിരിറ്റ് ഉണ്ട്, റെക്ടിഫൈഡ് സ്പിരിറ്റ്. ഈ റെക്ടിഫൈഡ് സ്പിരിറ്റിൽ നിന്നും അതിനകത്ത് 95% ആൽക്കഹോളാണ് റെക്ടിഫൈഡ് സ്പിരിറ്റിൽ, ബാക്കി ജലവുമാണ്. ഈ റെക്ടിഫൈഡ് സ്പിരിറ്റിനകത്ത് നിന്നും പരമാവധി ജലം നീക്കം ചെയ്ത്, റെക്ടിഫൈഡ് സ്പിരിറ്റിൽ നിന്നും പരമാവധി ജലം നീക്കം ചെയ്ത് ബാക്കി വരുന്നതാണ് എന്ത്? അബ്സല്യൂട്ട് ആൽക്കഹോൾ. അപ്പോൾ റെക്ടിഫൈഡ് സ്പിരിറ്റിൽ നിന്നും പരമാവധി ജലം നീക്കം ചെയ്തതിന് ശേഷം, അതായത് മാക്സിമം ജലം പോയതിന് ശേഷം ബാക്കി കിട്ടുന്നതാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. ആൽക്കഹോൾ മാത്രമായിട്ട് കിട്ടുന്നു. അതിനകത്ത് 1% കൂടുതൽ ഒരിക്കലും ജലം വരാൻ പാടില്ല. 1% കൂടുതൽ ജലം വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് കണ്ടോ, ആൻസർ സി ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓർമ്മിക്കുക, 99.5% ഈഥയിൽ ആൽക്കഹോളും 0.5% വെള്ളവും അടങ്ങിയതാണ് ഏത്? അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നറിയുക. 99.5% ഈഥയിൽ ആൽക്കഹോളും 0.5% വെള്ളവും ജലവും അടങ്ങിയതാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നറിയുക, അല്ലെങ്കിൽ എത്തനോൾ അല്ലെങ്കിൽ ഈഥയിൽ ആൽക്കഹോൾ എന്നൊക്കെ അറിയുക. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, മറക്കരുത്, മിസ്സാക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും വരുന്നു. കേരളത്തിലെ വിദേശ മദ്യ ഷോപ്പുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് താഴെ പറഞ്ഞ ഏത് പ്രസ്താവനയാണ് ശരിയെന്ന് ചോദിക്കുന്നു. നോക്കാം. ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി ദിനം വിദേശ മദ്യ ഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കാം. തെറ്റ്, പ്രവർത്തിക്കാൻ പാടില്ല. ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച ദിവസം വിദേശ മദ്യ ഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ല. ഓക്കെ, ശരി. മഹാത്മാഗാന്ധി ജനിച്ച ദിവസം വിദേശ മദ്യ ഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കാം. തെറ്റ്. അപ്പോൾ ഇവിടെ എന്താണ് പ്രസ്താവന ശരിയല്ലാത്തതാണ് ചോദിച്ചാൽ 1ഉം 3ഉം ശരിയല്ല എന്നല്ലേ ആൻസർ വരുന്നത്. 1ഉം 3ഉം മാത്രം. കണ്ടോ, 1ഉം 3ഉം മാത്രം ശരിയല്ല എന്നറിയുക. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഒരു കോൺഫിഡൻസ് കിട്ടിയില്ലേ? ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് പഠിക്കുക. നമ്മുടെ എക്സാം അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നന്നായിട്ട് നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, സമയം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെൻ്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം. FL3 ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളാണ് റെസ്റ്റോറൻറ്റുകൾ, അതുപോലെ ബാറുകൾ. അതാണ് FL3 ലൈസൻസ്. അപ്പോൾ FL3 ലൈസൻസിൻ്റെ പ്രവർത്തന സമയമാണ് ചോദിച്ചിരിക്കുന്നത്. രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 ആണോ? ബാക്കി സമയങ്ങളൊക്കെ നോക്കുക. ആൻസർ എ ആണ്. ആൻസർ എന്താണ്? രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെയാണ് നമ്മുടെ PSC ആൻസർ എന്ന് ഓർമ്മിക്കുക. നിങ്ങൾ ഇതൊന്ന് ഓർമ്മിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതൊരു മറ്റൊരു ക്വസ്റ്റ്യനാണ്. നമുക്കറിയാം, ഒരു വ്യക്തിക്ക് കൈവശം സൂക്ഷിക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് 15 ലിറ്റർ ആണെന്ന് പറഞ്ഞു അല്ലേ? അത് ഒരേ സാധനമല്ല 15 ലിറ്റർ. കള്ളും ബിയറും വൈനും എല്ലാം കൂടെ ചേർത്തിട്ടാണ് 15 ലിറ്റർ എല്ലാം കൂടെ. അതിനൊക്കെ മാക്സിമം അളവും പഠിച്ചു നമ്മൾ. അപ്പോൾ ഇവിടെ FL1 വിദേശ മദ്യ വിൽപ്പന സ്ഥാപനത്തിൽ, FL1 വിദേശ മദ്യ സ്ഥാപനം കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷനാണ് ഔട്ട്ലെറ്റുകൾ. അവിടെ നിന്നൊരു വ്യക്തിക്ക് ഒരാൾക്ക് ഒരു സമയം വില കൊടുത്ത് വാങ്ങാവുന്ന വിദേശ മദ്യത്തിൻ്റെ കുറഞ്ഞ അളവ് എത്രയെന്നാണ്. ഒരു സമയത്ത് വില കൊടുത്ത് വാങ്ങാവുന്ന വിദേശ മദ്യത്തിൻ്റെ കുറഞ്ഞ അളവ് എത്രയെന്ന് ചോദിച്ചാൽ അത് 180 മില്ലി ലിറ്ററാണ്. ഒരു സമയം വാങ്ങാവുന്ന കുറഞ്ഞ അളവ് 180 മില്ലി ലിറ്റർ ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത് നന്നായിട്ട് എഴുതി വെച്ച് പഠിച്ചോളൂ. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനയാണ് കോട്ട്പാ നിയമപ്രകാരം ശരിയായിട്ടുള്ള പ്രസ്താവന? ഇനി നിങ്ങൾക്ക് തന്നെ പറയാൻ സാധിക്കും നിങ്ങളിപ്പോൾ ഒരു ലെവലിലായിട്ടുണ്ട്. ഇതുവരെ കണ്ട ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളൊരു ലെവലിലായിട്ടുണ്ട്. നോക്കാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 മീറ്റർ ചുറ്റളവിനുള്ളിൽ പുകയില ഉൽപ്പന്നം വിൽപ്പന നടത്തുവാൻ പാടില്ല. ശരിയോ തെറ്റോ പറയൂ. ഇത് ശരിയെന്ന് തോന്നും, പക്ഷേ ആൻസർ തെറ്റാണ്. കാരണം ഇവിടെ 100 മീറ്റർ അല്ല, 100 യാർഡാണ് നമുക്ക് വരുന്നത്. 100 യാർഡാണ്. 100 യാർഡ് ഏകദേശം 91.4 മീറ്ററൊക്കെയാണ് വരുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ 18 വയസ്സ് തികയാത്ത ഒരാൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കരുത്. അത് ശരിയാണ്. അതുപോലെ പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം നൽകുവാനോ പ്രസിദ്ധീകരിക്കുവാനോ പാടില്ല. കറക്റ്റല്ലേ? കറക്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് 1 തെറ്റും 2ഉം 3ഉം ശരി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് അടക്കമുണ്ട്? സി, 2ഉം 3ഉം മാത്രം ശരി. ക്ലിയർ ആണോ? 2ഉം 3ഉം മാത്രം ശരി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. കോട്ട്പാ നിയമപ്രകാരം എത്ര മുറികളുള്ള ഒരു ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്? നമ്മൾ പറഞ്ഞു, പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചിരിക്കുന്നു. ആളുകൾ കൂടുന്ന സ്ഥലത്ത് പുകവലിക്കാനും പാടില്ല. പക്ഷേ വലിയ ഹോട്ടലുകളുണ്ടല്ലോ, 30 മുറികളുള്ള ഹോട്ടലുകളോ വിമാനത്താവളങ്ങൾ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകൾ തുടങ്ങിയവയിൽ പ്രത്യേകം സജ്ജീകരിച്ച സ്മോക്കിംഗ് ഏരിയകൾ ഉണ്ടാവണം. അതാണ് 30 മുറികളാണ് ആൻസർ. 30 മുറികളുള്ള ഹോട്ടലിൽ മാത്രം എന്ത് ചെയ്യാം? ആ പ്രത്യേക സ്മോക്കിംഗ് ഏരിയ സജ്ജീകരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സിഗരറ്റ് ഉപയോഗിക്കുന്നത് നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ് അല്ലേ? അത് നമ്മുടെ പാക്കറ്റിൽ വലിപ്പം കാണിക്കണ്ടേ?
എത്ര ശതമാനം? 85%. നോക്കിയതാണല്ലോ നമ്മൾ, 85%മാണ് അതിൻ്റെ പരസ്യം. അതുപോലെ കേരളത്തിൽ മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷൻ്റെ പേരെന്താണ്? നമുക്ക് ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ആൽക്കഹോളിസം എന്ന മൊഡ്യൂളിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. അതിൻ്റെ ആൻസർ കൂട്ട് എന്നാണോ, ഉണർവാണോ, വിമുക്തിയാണോ, ശ്രദ്ധ ആണോ? നിങ്ങൾ പറഞ്ഞു. ആൻസർ വിമുക്തി ആണ് ശരി ഉത്തരം. വിമുക്തി. അപ്പോൾ മറക്കരുത്, കേരളത്തിൽ മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷനാണ് ഏത്? വിമുക്തി എന്നറിയുക. ക്ലിയർ ആണോ? അടുത്തത് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അഥവാ മാദക വസ്തുക്കൾ എന്നത് എന്തെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. NDPS നിയമത്തിൻ്റെ ഷെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദാർത്ഥങ്ങളാണ് ഇതെന്ന് പറയുന്നത്. ഓപ്ഷൻ ബി എല്ലാവിധ നിർമ്മിത മരുന്നുകളും അതിനകത്ത് ഉൾപ്പെടും. ഓപ്ഷൻ സി കൊക്കോ ചെടി, കറുപ്പ് ചെടി, കഞ്ചാവ് ചെടി എന്നിവയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന വസ്തുക്കൾ. ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. അപ്പോൾ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അഥവാ മാദക വസ്തുക്കൾ എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങൾ NDPSനകത്ത് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 കോളമുണ്ട്. നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു 4 കോളം ഉണ്ടാവും. നിങ്ങൾ നോക്കിക്കൊള്ളുക 4 ഷെഡ്യൂൾ. അതുപോലെ സൈക്കോട്രോപിക് സബ്സ്റ്റൻസും എന്ന 4 ഷെഡ്യൂളിനകത്ത് 4 കോളവും അതിനകത്ത് കുറച്ച് എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. നോക്കുക, അതാണ് ഇവിടെ പറയുന്ന കണ്ടോ, ആ ഷെഡ്യൂളിനകത്ത് പറഞ്ഞിട്ടുള്ള ലഹരി വസ്തുക്കളെയാണ് എന്ത് പറയുന്നത്? മാദക വസ്തുക്കൾ അല്ലെങ്കിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന ഷെഡ്യൂളിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്തത് കേരളത്തിൽ കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസ് പ്രകാരം ഡിസ്റ്റിലറികളിലെ സ്പിരിറ്റ് സൂക്ഷിപ്പ് മുറി ഉൾപ്പെടെയുള്ള മർമ്മപ്രധാന കേന്ദ്രങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതിലേക്കുള്ള അബ്കാരി ലോക്ക് നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെടുത്തപ്പെട്ട ഓഫീസ് ഏതാണ്? ആരുടെ ഓഫീസാണ്? അതായത് നോക്കിയ ഈ ക്വസ്റ്റ്യൻ, മർമ്മപ്രധാന കേന്ദ്രങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതിലേക്കുള്ള അബ്കാരി ലോക്ക് നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെടുത്തപ്പെട്ട ഓഫീസ് ഏതാണ് എന്ന് ചോദിച്ചാൽ ആൻസർ ബി ആണ്. എക്സൈസ് കമ്മീഷണറുടെ എക്സൈസ് കമ്മീഷണറുടെ ഓഫീസാണെന്ന് ഓർമ്മിക്കുക. കമ്മീഷണറുടെ ഓഫീസാണ് ഇത് പൂട്ടി സൂക്ഷിക്കുവാൻ അധികാരമുള്ളത്. അതുപോലെ കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസ് പ്രകാരം പ്രൂഫ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പ്രൂഫ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. പ്രൂഫ് എളുപ്പമാണ്. പ്രൂഫ് എന്ന് പറഞ്ഞാൽ സ്പിരിറ്റിൻ്റെ വീര്യം അളക്കലാണോ? ഒരു പാത്രത്തിൻ്റെയും ടാങ്കിൻ്റെയും അളവ് കണ്ടുപിടിക്കലാണോ? സ്പിരിറ്റിൽ എത്ര അളവ് വെള്ളം ചേർത്തിരിക്കുന്നതെന്ന് തിട്ടപ്പെടുത്തുകയാണോ? സ്പിരിറ്റിൽ കളറ്, ഫ്ലേവർ എന്നിവ എത്രത്തോളം ചേർക്കണമെന്ന് കണ്ടുപിടിക്കാനാണോ? ആൻസർ ഓപ്ഷൻ എ ആണ്. സ്പിരിറ്റിൻ്റെ വീര്യം അളക്കലാണ് പ്രൂഫ് എന്ന് പറയുന്നത്. എത്രത്തോളം സ്പിരിറ്റ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നാണ് പ്രൂഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യൻ, കോട്ട്പ ആക്ട് 2003 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിന് മുന്നിൽ പരസ്യം ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിരിക്കണം. 2, പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം ഉപഭോക്താക്കൾക്ക് വ്യക്തമായി കാണുന്ന തരത്തിലായിരിക്കണം. സി, പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം വായിക്കാൻ തക്ക വലുപ്പത്തിലുള്ളവ ആയിരിക്കണം. ഓപ്ഷൻ ഡി, എല്ലാ സിഗരറ്റ് പാക്കറ്റിനുള്ളിലും ഉപഭോക്താക്കൾ കാണത്തക്ക വിധത്തിൽ മുന്നറിയിപ്പ് പരസ്യം രേഖപ്പെടുത്തിയിരിക്കണം. അപ്പോൾ 4 ഓപ്ഷൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇതിനകത്ത് നമുക്ക് ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണ്? പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ മുന്നറിയിപ്പ് പരസ്യം ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ എഴുതിയിരിക്കണമെന്ന് നിർബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയിലും വേണമെന്നേ ഉള്ളൂ, പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ വേണമെന്നില്ല. അത് പ്രാദേശിക ഭാഷകളിലോ ഇന്ത്യൻ ഭാഷകളിലോ ഇംഗ്ലീഷ് ഭാഷയും ഉൾപ്പെടണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ വേണമെന്നില്ല. കാരണം ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്തവരും ഉണ്ടല്ലോ. അപ്പോൾ ആൻസർ അതൊഴികെയുള്ളവയാണ് ശരി. 2, 3, 4 ശരി. ആൻസർ സി ആണ് ശരിയായത്. കണ്ടോ, ഈ ഇംഗ്ലീഷ് ഭാഷ എന്നുള്ളത് നമ്മൾ വിചാരിക്കും ശരിയായിരിക്കുമെന്ന് വിചാരിക്കും. എല്ലാം ശരി എന്നുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇംഗ്ലീഷ് ഭാഷയിലും വേണമെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിൽ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് കൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. ചെറിയ മിസ്റ്റേക്കേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, വിമുക്തി മിഷനുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ അഗൈൻസ്റ്റ് ആൽക്കഹോളിസം എന്ന പാഠത്തിൽ വളരെ ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് വിമുക്തി മിഷൻ. അപ്പോൾ വിമുക്തി മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? വിമുക്തി മിഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 2016
എന്താണ് നവംബർ 20 വിമുക്തി പദ്ധതി കേരള മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത്. 2. വിമുക്തി പദ്ധതിയുടെ സംസ്ഥാനതല ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. 3. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണവും വിമുക്തി പദ്ധതിയിൽ അനുവദനീയമാണ്. ഓപ്ഷൻ ഡി 4. നാളത്തെ കേരളം ലഹരിമുക്ത നവകേരളം. ലഹരിമുക്ത നവകേരളം എന്നതാണ് വിമുക്തി പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ നമുക്കിതിനകത്ത് ശരി ഏത് തെറ്റേത് എന്നാണ് നമുക്ക് നോക്കുന്നത്. ശരി, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 2016 നവംബർ 20 വിമുക്തി പദ്ധതി കേരള മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. വിമുക്തി പദ്ധതിയുടെ സംസ്ഥാനതല ചെയർമാൻ മുഖ്യമന്ത്രി തന്നെയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും എന്ത് ചെയ്യാം, പ്രചരണവും വിമുക്തി പദ്ധതിയിൽ അനുവദനീയമാണ്. പക്ഷേ നാളത്തെ കേരളം ലഹരിമുക്ത കേരളം, ലഹരി വിമുക്ത കേരളം എന്നത് നവകേരളമല്ല, ലഹരിമുക്ത കേരളം എന്നത് ഒരു പ്രചരണ പരിപാടിയാണ്, അല്ലാതെ ഇതിൻ്റെ ലക്ഷ്യമല്ല. ഒരു പ്രചരണ പരിപാടിയാണ്, 90 ദിവസത്തെ പ്രചരണ പരിപാടിയാണെന്ന് ഓർമ്മിക്കുക. അപ്പോൾ അത് തെറ്റായ ഓപ്ഷനാണ്. ആൻസർ 1, 2, 3 ശരി ഉത്തരം. ഏതാണ്? ബി ആണ് ശരി ഉത്തരം. അടുത്തത്, അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായ ഗൂഢാലോചന കുറ്റകൃത്യമായി തീരുന്നത്? കുറ്റകരമായ ഗൂഢാലോചന നമുക്ക് നോക്കാം. 55 ബി ആണോ, ഡി ആണോ, സി ആണോ, ഇ ആണോ നോക്കിയാൽ കുറ്റകരമായ ഗൂഢാലോചന ഓപ്ഷൻ സി ആണ്. 55 ഡി ഗൂഢാലോചന 55 ഡി. അപ്പോൾ ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട് കുറ്റകരമായി ഗൂഢാലോചന നടത്തുന്ന ഏതൊരു വ്യക്തിക്കും 55 ഡി പ്രകാരം, 55 ക്യാപിറ്റൽ ഡി പ്രകാരം ഏത് കുറ്റത്തിനാണോ എന്ത് ചെയ്യുന്നത്, ഗൂഢാലോചന നടത്തുന്നത്, അതേ ശിക്ഷ കിട്ടും. ഏത് കുറ്റത്തിനാണോ ഗൂഢാലോചന നടത്തുന്നത് അതിൻ്റെ ശിക്ഷ കിട്ടും. അതാണ് 55 ഡി. അതുപോലെ 55 ക്യാപിറ്റൽ ജി ഉണ്ട്. ക്യാപിറ്റൽ ജി എന്ന് പറഞ്ഞാൽ വ്യാജരേഖകൾ ചമച്ചാലുള്ള ശിക്ഷയാണ്. വ്യാജരേഖകൾ ചമച്ചാൽ 3 വർഷവും 1 ലക്ഷം രൂപയുമാണ്. 55 ക്യാപിറ്റൽ ഐ സിനിമാ തിയേറ്റർ. ക്യാപിറ്റൽ ഐ എന്ന് പറഞ്ഞാൽ സിനിമാ തിയേറ്ററിൽ മദ്യപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സീൻ വരികയാണെങ്കിൽ താഴെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നൊരു ബോർഡ് താഴെ കാണിക്കണം. ആ മുന്നറിയിപ്പ് കാണിച്ചില്ല എങ്കിൽ അതിൻ്റെ ഓണറായിട്ടുള്ള വ്യക്തിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിക്ക് 6 മാസവും 10,000 രൂപ പിഴയും കിട്ടും. അപ്പോൾ 55 ഡി, 55 ജി, 55 എച്ച്, 55 ഐ എല്ലാം ക്യാപിറ്റലാണ്. ഇതിൻ്റെ ശിക്ഷ നന്നായിട്ട് ഓർമ്മിക്കുക. ഇതുപോലെ സ്മോൾ കൊണ്ട് ജി, എച്ച്, ഐ ഒക്കെ ഞാനത് പഠിപ്പിച്ചിട്ടുണ്ട്. അബ്കാരി ആക്ടിനകത്ത് നിങ്ങൾ നോക്കി പഠിക്കുക. അപ്പോൾ ഇതാണ് 55 ഡി ആണ് ഗൂഢാലോചന എന്നറിയുക. നേരെ വീണ്ടും വരുന്നു. ഏത് ദിവസമാണ് ഡ്രൈ ഡേ എന്ന് പറഞ്ഞു. നമുക്കിവിടെ നോക്കാം. വിജ്ഞാപനം ചെയ്തിട്ടുള്ള ദുഃഖവെള്ളിയാണോ, ശ്രീകൃഷ്ണ ജയന്തിയാണോ, അംബേദ്കർ ജയന്തിയാണോ, സ്വാതന്ത്ര്യ? ആൻസർ ദുഃഖവെള്ളി. കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു, നല്ലൊരു ക്വസ്റ്റ്യനാണ്. താഴെ പറയുന്നതിൽ എക്സൈസ് വകുപ്പിൽ ഏത് ഉദ്യോഗസ്ഥനും അതിനും മുകളിൽ ഉള്ളവർക്കുമാണ് കള്ള് ഷോപ്പുകളിൽ പരിശോധന നടത്തുവാൻ അധികാരമുള്ളത്? അപ്പോൾ താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പിൽ ഏത് ഉദ്യോഗസ്ഥനും അതിന് മുകളിലുള്ളവർക്കുമാണ് കള്ള് ഷോപ്പുകളിൽ പരിശോധന നടത്താൻ അധികാരമുള്ളതെന്ന് ചോദിച്ചാൽ എക്സൈസ് ഇൻസ്പെക്ടർ മുകളിലാണോ, എക്സൈസ് പ്രിവൻറ്റീവ് ഓഫീസർ മുതൽ മുകളിലാണോ, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മുകളിലാണോ, സിവിൽ എക്സൈസ് ഓഫീസർ മുതൽ മുകളിലാണോ എന്ന് ചോദിച്ചാൽ ആൻസർ ബി ആണ്. എക്സൈസ് പ്രിവൻറ്റീവ് ഓഫീസർ മുതൽ മുകളിലാണ്. എക്സൈസ് പ്രിവൻറ്റീവ് ഓഫീസർ മുതൽ മുകളിലുള്ളവർക്കാണ് കള്ള് ഷോപ്പുകളിൽ പരിശോധന നടത്താൻ സാധിക്കുന്നത്. അടുത്തത്, NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത്? വധശിക്ഷയുമായി ബന്ധപ്പെട്ട് NDPS ആയിട്ടുള്ള സെക്ഷൻ 31A ആണ്. നമുക്കറിയാം, വധശിക്ഷയുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമുക്ക് NDPS-നകത്ത് 19, 24, 27A എന്നീ 3 സെക്ഷനുകൾ ഓർക്കുക. 19 എന്ന് പറഞ്ഞാൽ എന്താണ്? 19 കർഷകൻ അനധികൃതമായി കറുപ്പ് കൃഷി ചെയ്യുകയോ, 24 എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യത്തുള്ള വ്യക്തിയുമായി കച്ചവട ബന്ധത്തിൽ ഏർപ്പെടുകയോ, 27A എന്ന് പറഞ്ഞാൽ കുറ്റവാളികൾക്ക് അഭയം നൽകുകയോ അല്ലെങ്കിൽ ധനസഹായം നൽകുകയോ ചെയ്താൽ ഇത് 3 കുറ്റകരമാണ്. ഇതിൻ്റെ ശിക്ഷ 10 മുതൽ 20 വർഷം വരെയുള്ള കഠിന തടവും 1 മുതൽ 2 ലക്ഷം രൂപ വരെയുള്ള പിഴയും കിട്ടും എന്ന് ഓർമ്മിക്കുക. ഇതാണ് ഇതിൻ്റെ പിഴ. അപ്പോൾ ഈ കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചാൽ 1.5 ഇരട്ടി കിട്ടും എന്ന് സെക്ഷൻ 31 പറയുന്നുണ്ട്. ഈ 3 സെക്ഷനുകൾക്ക് മാത്രം പരമാവധി എന്ത് കിട്ടും? വധശിക്ഷ കിട്ടുമെന്ന് ഓർമ്മിക്കുക. ഇതാണ് 31A എന്ന് ഓർമ്മിക്കുക. ഇതാണ് NDPS സെക്ഷനിലെ 31A. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വധശിക്ഷയുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് 31A. അടുത്ത സെക്ഷൻ നല്ലൊരു ക്വസ്റ്റ്യൻ, ഡിസ്റ്റിലറി ആൻഡ് വെയർ ഹൗസ് റൂൾസിനകത്തുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്രകാരം റെക്ടിഫൈഡ് സ്പിരിറ്റ് റെക്ടിഫിക്കേഷനിലൂടെയോ റീഡിസ്റ്റില്ലേഷനിലൂടെയോ വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന സ്പിരിറ്റ് അറിയപ്പെടുന്ന പേരെന്തെന്നാണ്.
അതായത് റെക്ടിഫൈഡ് സ്പിരിറ്റിനെ കണ്ടോ, ഇന്ത്യൻ സ്റ്റാൻഡേർഡിൻ്റെ അർത്ഥം ഇന്ത്യൻ മാനദണ്ഡങ്ങൾ പ്രകാരം. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ എടുത്താലും അതിനകത്ത് ഇന്ത്യൻ മാനദണ്ഡങ്ങൾ പ്രകാരം എന്നൊരു വാക്കുണ്ടെങ്കിൽ, ഇന്ത്യൻ മാനദണ്ഡങ്ങൾ പ്രകാരം എന്നൊരു വാക്കുണ്ടെങ്കിൽ കണ്ണും പൂട്ടി എഴുതിക്കോളൂ. ആൻസർ സി ആണ്, ന്യൂട്രൽ സ്പിരിറ്റ് ആണ്. ആൻസർ സി ന്യൂട്രൽ സ്പിരിറ്റ് ആണെന്ന് ഓർമ്മിക്കുക. ഇന്ത്യൻ മാനദണ്ഡങ്ങൾ പ്രകാരം ഇന്ത്യയിൽ നിർമ്മിച്ചതോ ഇന്ത്യയിൽ വെച്ച് പ്രിപ്പയർ ചെയ്യുന്നതോ ആണ് എന്താണ് ന്യൂട്രൽ സ്പിരിറ്റ് എന്നറിയപ്പെടുന്നു. പഠിച്ചോളുക, നന്നായിട്ട് പഠിച്ചോളുക. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം, സ്പെസിഫിക്കേഷൻ പ്രകാരം അല്ലെങ്കിൽ ഇന്ത്യൻ മാനദണ്ഡങ്ങൾ പ്രകാരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സ്പിരിറ്റ് പാനയോഗ്യമല്ലാതെ ആക്കി മാറ്റുവാൻ താഴെ പറയുന്നതിൽ ഏത് വസ്തുവാണ് ഉപയോഗിക്കുന്നത്? സ്പിരിറ്റ് പാനയോഗ്യമല്ലാതെ ആക്കി മാറ്റുന്നതിനെ പറഞ്ഞാൽ ഡീനാച്ചുറൻസ് അല്ലെങ്കിൽ ഡീനാച്ചുവേർഡ് സ്പിരിറ്റ് എന്ന് പറയും. ഡീനാച്ചുവേർഡ് സ്പിരിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ സ്പിരിറ്റിനെ പാനയോഗ്യമല്ലാതാക്കി മാറ്റുന്നതിനാണ് ഡീനാച്ചുവേർഡ് സ്പിരിറ്റ്. അതിനായിട്ട് ചേർക്കുന്ന വസ്തുക്കളെ പറഞ്ഞ പേരാണ് ഡീനാച്ചുറൻസ് എന്ന് പറയുന്നത്. ഡീനാച്ചുറൻസ്. അതിൽ വരുന്ന വാക്കാണ് ലൈറ്റ് കൊസൈൻ എന്നൊരു വാക്ക് വരും, പിരിഡിൻ വരും, വുഡ് നാഫ്ത വരും, ബെൻസീൻ വരാറുണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്നൊരു പദാർത്ഥമല്ലേ നോക്ക്, വോട്ട് വരുന്നില്ല, സ്പെൻഡ് വാഷ് വരുന്നില്ല, ഇവയെല്ലാമല്ല. ക്രൂഡ് പിരിഡിൻ എന്നൊരു വാക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഞാൻ പറഞ്ഞ ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസിനകത്ത് ഡീനാച്ചുവേർഡ് സ്പിരിറ്റ് എന്നോ മറ്റോ പഠിച്ചു കഴിയുമ്പോൾ അതിൻ്റെ താഴെ ഞാനിത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് പിരിഡിൻ എന്നൊരു വാക്കുണ്ട്, അതിനെയാണ് ക്രൂഡ് പിരിഡിൻ എന്ന് പറയുന്നത്. ക്രൂഡ് പിരിഡിൻ, ഇതാണ് ആൻസർ. അടുത്തോർമ്മിക്കാം. ഡിസ്റ്റിലറികളിൽ മദ്യനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന മൊളാസസുകൾ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം. നമുക്കറിയാം ഡിസ്റ്റിലറികളിൽ പൈപ്പുകൾ ഉണ്ടാവും എല്ലാം കടന്നു പോകാനായിട്ടുള്ള. അപ്പോൾ 5 തരം പൈപ്പുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ മൊളാസസുകൾ, നമുക്കറിയാം എന്താണ് മൊളാസസ്. മൊളാസസ് എന്ന് പറഞ്ഞാൽ പറയൂ, പഞ്ചസാര പരലുകളാക്കി മാറ്റിയതിന് ശേഷം ബാക്കി വരുന്ന ഭാഗങ്ങളെയാണ് മൊളാസസ് എന്ന് പറയുന്നത്. കടും തവിട്ട് നിറത്തിലുള്ള അല്ലേ, അതായത് നമ്മൾ എന്താണ് മധുര പലഹാരമായൊക്കെ എടുക്കാൻ പറ്റുന്ന വസ്തുവാണ് മൊളാസസ്. അപ്പോൾ ഈ മൊളാസസ് എന്ന് പറഞ്ഞ വസ്തു അത് കടത്തിവിടുന്ന പൈപ്പിൻ്റെ നിറം നീലയാണെന്ന് ഓർമ്മിക്കുക. നീലയാണ്. എങ്കിൽ പച്ച എന്തിന് ആണെന്ന് ചോദിച്ചാൽ വാഷ്. എന്താണ് വാഷ്? പഞ്ചസാര ലായനിയിൽ ഈസ്റ്റ് ചേർത്ത് പുളിപ്പിച്ച് കിട്ടുന്ന ആൽക്കഹോൾ എന്ന് പറഞ്ഞ പേരാണ് വാഷ്. പഞ്ചസാര ലായനിയിൽ ഈസ്റ്റ് ചേർത്ത് പുളിപ്പിച്ച് കിട്ടുന്ന ലായനിയാണ് ആൽക്കഹോളാണ് വാഷ് കടത്തിവിടുന്ന പൈപ്പാണ് പച്ച. അതിനകത്ത് തന്നെ സ്പെൻഡ് വാഷ് എന്നുണ്ട്. സ്പെൻഡ് വാഷ്, അതിൻ്റെ നിറം മഞ്ഞ. അതുപോലെ തന്നെ വെള്ള, നമ്മളെ സ്റ്റീമില്ലേ, സ്റ്റീം കടത്തിവിടുന്ന പൈപ്പിൻ്റെ നിറം വെള്ളയും സ്പിരിറ്റ് കടത്തിവിടുന്ന പൈപ്പിൻ്റെ നിറം ചുവപ്പുമാണ്. ഈ 5 നിറങ്ങൾ നിങ്ങൾ പഠിച്ചോ. പൈപ്പുകളുടെ നിറം ചോദിക്കും. പച്ച ഏതാണ്? വാഷ്. മഞ്ഞ സ്പെൻഡ് വാഷ്, നീല മൊളാസസ്, വെള്ള സ്റ്റീം, അതുപോലെ നമ്മൾ ലാസ്റ്റ് പഠിച്ചു ഏതാണ്? സ്പിരിറ്റ്, ചുവപ്പ് നിറം. അപ്പം പൈപ്പുകളുടെ നിറം ഓർമ്മിക്കുക. അടുത്തൊരു നല്ലൊരു ക്വസ്റ്റ്യനാണ്. താഴെ പറയുന്നവയിൽ കേരളത്തിലെ മദ്യവിൽപ്പന അനുവദിച്ചുകൊണ്ടുള്ള വിവിധ ലൈസൻസുകളിൽ ശരിയായത്. ഞാനൊന്ന് മാറി നിൽക്കാം, നിങ്ങളൊന്ന് നോക്കിയേ, ഒന്ന് നോക്കാമോ? ഒന്ന് നോക്കാമോ? ഇതിലേതാണ് തെറ്റ്, ഏതാണ് ശരി? 4 ലൈസൻസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നോക്കിയല്ലോ. ഞാൻ ആദ്യം ലൈസൻസുകൾ പറയാം, എന്നിട്ട് അതിവിടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക. അപ്പോൾ ലൈസൻസിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചു FL1 ലൈസൻസ്. ഇത് ഫോറിൻ ലിക്കർ റൂൾസ് എന്നൊരു മൊഡ്യൂളിനകത്തുള്ളതാണ്. അപ്പോൾ FL1 ലൈസൻസ് നമുക്കറിയാം കേരള സ്റ്റേറ്റ് ബിവറേജ് ഔട്ട്ലെറ്റുകളിലുള്ളതാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. FL1. FL3 ലൈസൻസ് നമുക്കറിയാം ബാർ ലൈസൻസ്. FL4A എന്നൊരു ലൈസൻസ് ഉണ്ട്, അത് ക്ലബ്ബ് ലൈസൻസ് ആണ്. FL4A ക്ലബ്ബ് ലൈസൻസ്. FL6 സ്പെഷ്യൽ ലൈസൻസ്. FL8ഉം 8Aയും അത് ശ്രദ്ധിക്കണം, അത് നമ്മുടെ സൈനിക ക്യാൻറ്റീനുകൾക്ക് നൽകുന്ന ലൈസൻസാണ്. സൈനിക പട്ടാളക്കാർക്ക് നൽകുന്ന ക്യാൻറ്റീനുകൾക്ക് നൽകുന്ന ലൈസൻസാണ് FL8ഉം 8Aയും. FL9 മൊത്ത വിൽപ്പനശാലകൾ അല്ലേ, നമുക്ക് വിദേശ മദ്യ മൊത്ത വിൽപ്പനശാലകൾക്ക് നൽകുന്ന ലൈസൻസാണ് FL9. കാരണം അവിടെ നിന്ന് മാത്രമേ FL1 ലൈസൻസുകൾക്കും FL3 ലൈസൻസുകൾക്കും മദ്യം വാങ്ങാൻ പാടുള്ളൂ. FL11 ലൈസൻസ് ബിയർ വൈൻ പാർലറുകൾക്കാണ്. ഇത് ഇത്രയും ക്ലിയർ ആണെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റ് ആണെന്ന് നോക്കി. FL4A ക്ലബ് ലൈസൻസ് ശരിയല്ലേ, പറഞ്ഞതെല്ലാം കറക്റ്റ് അല്ലേ. 6 സ്പെഷ്യൽ ലൈസൻസ്. 9 നമുക്കറിയാം എന്താണ്, വിദേശ മദ്യ മൊത്ത വിൽപ്പനശാല, കാരണം ബോണ്ടഡ് വെയർ ഹൗസ്, കാരണം അവിടെ നിന്നാണ് എന്ത് ചെയ്തത് FL1 ലൈസൻസുകളും FL3 ലൈസൻസുകളും വാങ്ങുന്നത്. പിന്നെ 11 നമ്മൾ പഠിച്ചു ബിയർ വൈൻ ലൈസൻസ്.
അപ്പോൾ ആൻസർ സി ആണ്. നിങ്ങൾ നല്ലവണ്ണം FL നമ്മുടെ ഫോറിൻ ലിക്വർ ചാപ്റ്റർ ഒന്ന് പഠിച്ചിട്ട് വരിക. വളരെ എളുപ്പമാണ്, ഈ മാർക്ക് മിസ് ചെയ്യരുത്. ലൈസൻസിന് ഒരു മാർക്ക് ഉറപ്പായിട്ടും ചോദിക്കും. അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകുന്നു. നല്ലൊരു ക്വസ്റ്റ്യനാണ്, ഈ FL ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. നോക്കിയേ, കേരളത്തിൽ വിദേശ മദ്യം വിൽപ്പന നടത്തുന്നതിനും വിദേശ മദ്യം ലൈസൻസ് പ്രകാരം FL1 ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ അധികാരം നൽകിയിട്ടുള്ളത്? FL1 നമ്മൾ പറഞ്ഞു, FL1 ബിവറേജ് ഔട്ട്ലെറ്റുകളാണ് അല്ലേ. നമുക്ക് നോക്കാം, കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷന് കൊടുക്കുമല്ലോ. FL1 ലൈസൻസ് ആണ്. ബി, കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡ് കൊടുക്കും. നോക്കാം, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് കൊടുക്കും. അതെല്ലാം ഗവൺമെൻറ് സ്ഥാപനങ്ങൾ. ഓപ്ഷൻ ഡി, കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ KTDC. കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കൊടുക്കുന്നത് FL11 ലൈസൻസ് ആണ്. FL11 ലൈസൻസ് ആണ്, കാരണം അത് ബിയർ വൈൻ പാർലർ ലൈസൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് 1, 2, 3 ശരിയാണ്. അത് വരുന്ന ഓപ്ഷൻ ബി ആണ്, 1, 2, 3. നിങ്ങൾ ഈ ഫോറിൻ ലിക്കർ റൂൾസ് പഠിക്കുമ്പോൾ തന്നെ അതിനകത്ത് FL1 എന്ന ലൈസൻസ് എടുക്കുമ്പോൾ ഈ 3 അതിനകത്ത് കാണും. ഇത് ഒന്ന് വായിച്ചു നോക്കുക, വളരെ എളുപ്പമാണ്. അടുത്തിലേക്ക് വരുന്നു, ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസ് എന്നൊരു മൊഡ്യൂളിനകത്ത് വരുന്നു. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ്? തെറ്റായ പ്രസ്താവന നമുക്ക് നോക്കാം. 15.59% വോളിയം ബൈ വോളിയം വരെ ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ വൈൻ കേരളത്തിൽ വിൽപ്പന നടത്താം. അതുപോലെ 35 ഡിഗ്രി അണ്ടർ പ്രൂഫ് അല്ലേ, UP എന്ന് പറഞ്ഞാൽ അണ്ടർ പ്രൂഫ്, OP എന്ന് പറഞ്ഞാൽ ഓവർ പ്രൂഫ് ജിൻ വിദേശ മദ്യം കേരളത്തിൽ വിൽപ്പന നടത്താം. FL4A ക്ലബ്ബ് ലൈസൻസ് അനുവദിക്കുന്നതിന് 200 മീറ്റർ ദൂരപരിധി നിയമം പാലിച്ചിരിക്കണം. പബ്ബ് ലൈസൻസ് വിൽപ്പനയ്ക്കുള്ള ലൈസൻസ് സർക്കാർ നിലവിൽ അനുവദിക്കുന്ന KTDCക്ക് മാത്രമാണ്. നമുക്ക് നോക്കാം, ആദ്യം ലാസ്റ്റിലത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നോക്കാം. ഒന്ന്, പബ്ബ് ലൈസൻസ് വിൽപ്പനയ്ക്കുള്ള ലൈസൻസ് സർക്കാർ നിലവിൽ അനുവദിക്കപ്പെട്ട KTDCക്ക് മാത്രമല്ല. പബ്ബ് ബിയർ വൈൻ പാർലറുകളാണ് പബ്ബ് ലൈസൻസ്, അത് സർക്കാർ സ്ഥാപനത്തിന് മാത്രമല്ല കൊടുക്കുന്നത്. മനസ്സിലായോ? അതാണ് അത് തെറ്റ്. FL4A ക്ലബ്ബ് ലൈസൻസ് ആണ്. 4A ക്ലബ്ബ് ലൈസൻസ് അനുവദിക്കുന്നതിന് 200 മീറ്റർ ദൂരപരിധി നിയമം പാലിച്ചിരിക്കേണ്ട. അവിടെ അത് രണ്ടും തെറ്റാണ്. അടുത്ത ആദ്യത്തെ രണ്ടുമാണ് അവിടെ നമുക്ക് നോക്കാവുന്നത്. അപ്പോൾ ആൻസർ ഉണ്ടോ, തെറ്റായ പ്രസ്താവനയാണ് ഏതൊക്കെയാണ്? 3ഉം 4ഉം. തെറ്റായ പ്രസ്താവന 3 ശരിയായത് 2ആണ്. ആദ്യത്തെ 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇത് നമ്മൾ നോക്കാം, ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസിനകത്ത് കുറേ റൂൾസ് ഉണ്ട്, നിങ്ങൾ നോക്കുക. ബിയർ വൈൻ പാർലറുകൾക്കുള്ള പെർസെൻറ്റേജ് വോളിയം എത്രയും നോക്കുക. അതുപോലെ കേരളത്തിൽ വിൽക്കാവുന്ന വിദേശ മദ്യങ്ങളുടെ ഗാഢത നോക്കുക, 35 ഡിഗ്രി UP. ഇത് ഓർമ്മിച്ച് വയ്ക്കുക, ഇത് രണ്ടും പഠിക്കണം. അങ്ങനെ പഠിക്കണം, നിങ്ങൾ ആ മോഡ്യൂൾ ഒന്ന് കണ്ടിട്ട് വന്നാലും മതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47 ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരി എന്ന് നോക്കുക. ഒന്നാമത്തത്, ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി പാനീയങ്ങളുടെയും മരുന്നുകളുടെയും ഉപയോഗം സർക്കാരിന് നിരോധിക്കാൻ സാധിക്കും. ശരിയാണോ തെറ്റാണോ? ശരി. ഓപ്ഷൻ ബി, ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി പാനീയങ്ങളുടെയും മരുന്നുകളുടെയും ഉപയോഗം സർക്കാരിന് നിരോധിക്കാൻ സാധിക്കുകയില്ല. അത് തെറ്റാണ്. മദ്യനിരോധനം ഏർപ്പെടുത്താൻ സർക്കാരിന് സാധിക്കും. ശരിയാണ്. അപ്പോൾ ആൻസർ ഡി ആണ്, 1ഉം 3ഉം മാത്രമെന്നാണ്. 1ഉം 3ഉം മാത്രം ശരി, 2 ശരിയില്ല. കാരണം സർക്കാരിനാണ് പൂർണ്ണ അധികാരമുള്ളത്. സർക്കാരിൻ്റെ അധികാരത്തെ ഇവിടെ അധികാരമില്ലെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് തെറ്റാണ്. അടുത്തത്, IT ആക്ട് 2000 പ്രകാരം 43A പ്രകാരം താഴെ പറഞ്ഞവരിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്? നമുക്കറിയാമല്ലോ, ഒരാളുടെ സ്വകാര്യത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആരാണ് അത്? ആ കമ്പനി ആയിരിക്കാം, പാർട്ണർഷിപ്പ് സ്ഥാപനമാകാം, വ്യക്തിയാകാം, ആരുമാകാം എന്നാണ് പറയുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? ഡി, 1ഉം 2ഉം 3ഉമാണ്. ആരാണോ അതിൽ നഷ്ടപരിഹാരത്തിന് നഷ്ടത്തിന് കാരണമാകുന്നത് ആ വ്യക്തി നൽകണമെന്നാണ്. അടുത്തിലേക്ക് പോകുന്നു. ലാസ്റ്റ്, പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നത് അബ്കാരി നിയമപ്രകാരം കുറ്റകരമാണ്. മേൽ നിയമത്തിലെ നിർവചനപ്രകാരം പൊതുസ്ഥലത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അപ്പോൾ എവിടെ വെച്ച് മദ്യപിച്ചാൽ കുറ്റകരമല്ല? പോലീസ് സ്റ്റേഷൻ പൊതുസ്ഥലമാണ്, കുറ്റകരമാണ്. റെസ്റ്റ് ഹൗസിലെ താമസത്തിന് ഉപയോഗിക്കുന്ന സ്വകാര്യ മുറി, അത് അയാളുടെ സ്വകാര്യ മുറിയല്ലേ, അവിടെ ഇരുന്നേക്ക് വേണമെങ്കിൽ മദ്യപിക്കാം, തെറ്റില്ല. ചരക്കു വാഹനത്തിനകത്ത് മദ്യപിക്കാമോ? മദ്യപിച്ചൂടാ. റെസ്റ്റോറൻറ്റിലെ ഡൈനിങ് റൂമിൽ ഉപയോഗിച്ചൂടാ, അവർ ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പോൾ ആൻസർ ബി ആണ്. ആൻസർ എവിടെ ഇരുന്ന് കഴിക്കാമെന്ന് ചോദിച്ചാൽ റെസ്റ്റ് ഹൗസിലെ താമസത്തിന് ഉപയോഗിക്കുന്ന സ്വകാര്യ മുറിയിൽ ഇരുന്ന് അയാൾക്ക് കഴിക്കാം. അടുത്തത്, അബ്കാരി നിയമപ്രകാരം ട്രാൻസിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ട്രാൻസ്പോർട്ട് ഉണ്ട്, ട്രാൻസിറ്റ് ഉണ്ട്. ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകൽ, ട്രാൻസ്പോർട്ട് കടത്തൽ. നോക്കാം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മദ്യം കടത്തിക്കൊണ്ടുപോകൽ അല്ല. കേരളത്തിനകത്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മദ്യം കടത്തിക്കൊണ്ടുപോകൽ
അല്ല. കേരളത്തിൻ്റെ അധികാര പരിധിയിലൂടെ ഒരു സംസ്ഥാനത്തു നിന്നും ആ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് മദ്യം കടത്തുന്നത്. ഡി കൂടെ നോക്കാം. കേരളത്തിൻ്റെ അധികാര പരിധിയിലൂടെ ഒരു സംസ്ഥാനത്ത് നിന്ന് ആ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു ഭാഗത്തോ മറ്റൊരു സംസ്ഥാനത്തോ മദ്യം കടത്തുന്നത്. ഒന്നുകൂടെ ഡി ഓപ്ഷൻ നോക്കാം. കേരളത്തിൻ്റെ അധികാര പരിധിയിലൂടെ ഒരു സംസ്ഥാനത്ത് നിന്ന് ആ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു ഭാഗത്തോ മറ്റൊരു സംസ്ഥാനത്തോ മദ്യം കടത്തുന്നതിനെ പറഞ്ഞ പേരാണ് ഓപ്ഷൻ ഡി. എന്താണ്? അതായത് ആൻസർ ഡി ആണ്. ആൻസർ എന്ന് ഓർമ്മിക്കുക. ഇതാണ് ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. ഓർമ്മിക്കുക, ട്രാൻസിറ്റ്. അടുത്തത്, ഒരാൾക്ക് അബ്കാരി നിയമം അനുസരിച്ച് കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് നമ്മൾ നേരത്തെ പഠിച്ചതാണ് 15 ലിറ്റർ. പക്ഷേ വിദേശ മദ്യം മാത്രം ചോദിച്ചാൽ 13.5 ലിറ്റർ. നാടൻ മദ്യം കള്ളാണ് 1.5 ലിറ്റർ. ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങാൻ ഉപയോഗിക്കാനുള്ള പ്രായം 23 വയസ്സ് നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ NDPS നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക. മയക്കുമരുന്ന് നിരോധന നിയമം നിർമ്മാണം 1985 ലക്ഷ്യം ഉദ്ദേശം എന്തൊക്കെയാണെന്ന് നോക്കാം. 1. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കുവാനും ഭേദഗതി വരുത്തുവാനും. 1. അല്ലെങ്കിൽ പ്രസ്താവന ശരിയെന്ന് വ്യക്തമാണ്, ശരിയായ പ്രസ്താവനയാണ്. 2. മയക്കുമരുന്നുകൾ, ലഹരി പദാർത്ഥം എന്നിവയുടെ കടത്തുവഴി നേടിയ സ്വത്ത് കണ്ടുകെട്ടാം. ഓക്കെ. സി. സംസ്ഥാനങ്ങൾക്ക് മയക്കുമരുന്ന് നിരോധനത്തിന് അധികാരം നൽകുന്നതിന്. ഡി. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയിലെ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്തുവാനായി. അപ്പോൾ ഇതിലേതാണ് ആൻസർ എന്ന് നമുക്ക് നോക്കാം. ആൻസർ 1, 2, 4 ആണ് ശരിയെന്ന് നമുക്ക് നോക്കാം. 1, 2, 4. 3. സംസ്ഥാനങ്ങൾക്ക് മയക്കുമരുന്ന് നിരോധനത്തിന് അധികാരം നൽകുന്നു. സംസ്ഥാനങ്ങൾക്ക് നിരോധനമില്ല, ഓൾ ഇന്ത്യയാണ്. അപ്പോൾ അവിടെ ഓർമ്മിക്കാം, NDPS നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് നോക്കാം. അപ്പോൾ മയക്കുമരുന്ന് ഏകീകരിക്കാൻ ഓക്കെ, കറക്റ്റാണ്. രണ്ടാമത്തത്, മയക്കുമരുന്നുകൾ, ലഹരി പദാർത്ഥം എന്നിവയുടെ സ്വത്ത് എന്ത് ചെയ്യാം, കണ്ടുകിട്ടാം. ഡി ശരി തന്നെയാണ്, കാരണം അന്താരാഷ്ട്ര ഉടമ്പടികൾ അല്ലെ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്തണം. പക്ഷേ ഇത് സംസ്ഥാനങ്ങൾക്ക് മയക്കുമരുന്ന് ആ ഒരു കാര്യം ഒന്ന് കറക്റ്റ് അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് ഓർമ്മിക്കണം. അവിടെ സ്റ്റേറ്റ് ആയിട്ടല്ല, അവിടെ എന്താണ് മയക്കുമരുന്നുകൾ ഓൾ ഇന്ത്യ ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിമുക്തി മിഷൻ ബോധവൽക്കരണ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് നോക്കാം. വളരെ എളുപ്പമാണ്. വിമുക്തി മിഷൻ്റെ പ്രോഗ്രാമൊക്കെ എളുപ്പം. സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും വ്യവഹരിക്കുന്ന വിപത്തായി മാറിയിട്ടുള്ള മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറച്ചു കൊണ്ടുവരിക. അതെല്ലാവർക്കും അറിയാം. 2. നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുടെ ശേഖരണം, കടത്തൽ എന്നിവയുടെ ഉറവിടം കണ്ടെത്തി ഇല്ലായ്മ ചെയ്യുക. ഓക്കെ, അതും കറക്റ്റാണ്. 3. ലഹരി ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങൾ ബോധ്യപ്പെടുത്തി വ്യാപക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ലഹരി വിമുക്ത കേരളം എന്നിവ സാക്ഷാത്കരിക്കുക. എളുപ്പമാണ്. ഇതെല്ലാം തന്നെയാണ് വിമുക്തി മിഷൻ്റെ. എന്നാൽ സമ്പൂർണ്ണ മദ്യനിരോധനം സംസ്ഥാനത്ത് നടപ്പാക്കുക എന്നതാണ് വിമുക്തി മിഷൻ്റെ മറ്റൊരു പ്രധാന ലക്ഷ്യം. അത് തെറ്റാണ്. കാരണം സമ്പൂർണ്ണ മദ്യനിരോധനമല്ല വിമുക്തി മിഷൻ്റെ ലക്ഷ്യം. ബാക്കി 3 പോയിന്റുമാണ് വിമുക്തി മിഷൻ്റെ ലക്ഷ്യം. ആൻസർ സി ആണ്. ആൻസർ 1, 2, 3. ക്ലിയർ ആണോ? അപ്പോൾ വിമുക്തി മിഷൻ്റെ ലക്ഷ്യങ്ങൾ നമ്മൾ 2-3 ക്വസ്റ്റ്യൻ വിമുക്തി മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു. ചെയർമാൻ ആരാണ്, ബ്രാൻഡ് അംബാസഡർ ആരാണ്, ഒക്കെ നമ്മൾ പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ. വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താഴെ പറയുന്നവരിൽ ആരെല്ലാം അംഗങ്ങളാണ്? ഇത് കുറച്ച് അകത്തോട്ട് കയറി ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താഴെ പറയുന്നവരിൽ ആരെല്ലാം അംഗങ്ങളാണെന്നാണ് ചോദിച്ചത്. നമുക്ക് നോക്കാം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണോ, ജില്ലാ കളക്ടറാണോ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറാണോ, ഓപ്ഷൻ ഡി വിമുക്തി മാനേജറാണോ? ഇതൊരു കൺഫ്യൂഷനും ഒരുപാട് പേർക്ക് മിസ്സായിപ്പോയ ഒരു ക്വസ്റ്റ്യനുമാണ്. ആൻസർ സി ആണ്. 1, 2, 3 ശരിയെന്നാണ്. കാരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടറും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ തുടങ്ങിയവരാണ് ഇതിനകത്തെ അംഗങ്ങൾ എന്നറിയിക്കുക. ലാസ്റ്റ്, കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട് 2000 വിവര സാങ്കേതിക IT ആക്ട് പ്രകാരം ഏതൊക്കെ വരുമെന്നാണ് ചോദിച്ചത്. കാരണം 43-നകത്തും വരാം, 66-നകത്തും വരാം. ഹാക്കിംഗ് അല്ലേ, അതിനകത്തും വരാം. അപ്പോൾ ആൻസർ A and B ആണ് ശരിയെന്ന് പറയുന്നു. അതുപോലെ തന്നെ IT ആക്ട് 2000 പ്രകാരം കുട്ടികളുടെ അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നതിന് കുട്ടിയുടെ പ്രായം, അപ്പോൾ കുട്ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18 വയസ്സിന് താഴെയുള്ള എല്ലാവരും എന്താണ്, കുട്ടികളാണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഇതുവരെ കണ്ട വീഡിയോ, ഇതുവരെ കണ്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ആയെങ്കിൽ നിങ്ങളുടെ മറുപടി കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല നമ്മുടെ ബാച്ചുകളിൽ ഇനിയും ജോയിൻ ചെയ്യാനുള്ളത് എത്രയും വേഗം ജോയിൻ ചെയ്യുക. കാരണം ഇത് മുഴുവൻ നമ്മൾ ടോപ്പിക്കായിട്ട് എന്ത് ചെയ്യുന്നു, ക്ലാസ്സുകളിൽ വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാവരും എന്താണ്, സിവിൽ എക്സൈസ് ഓഫീസർ ആകാനായിട്ട് പ്രാപ്തരാകുന്ന രീതിയിൽ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.